ഇവിടെ ശ്രുതി സ്മൃതി എന്ന സങ്കല്പ എന്നുള്ള പരാമർശത്തിന്റെ അടിസ്ഥാനം ശ്രുതിയെ ആചാര്യനിൽ നിന്ന് പഠിക്കണം, പുസ്തകം വായിച്ചിട്ടല്ല. ശ്രവണ മനനങ്ങളെ ചെയ്ത് ശ്രൗതബുദ്ധിയെ സമ്പാദിക്കണം. ആ ശ്രൗതബുദ്ധിയെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏതാണ് ഒരു ഗ്രന്ഥത്തിലെ ശ്രുത്യംശം സ്മൃത്യംശം എന്ന്. ഒരു മനുഷ്യന്റെ ഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ മനുഷ്യഭാഗത്ത് മാനുഷികമല്ലാത്ത ദേഹഭാഗം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മനുഷ്യരൂപത്തെ അറിയുന്ന ആൾക്ക് അറിയും ഇത് മനുഷ്യന്റെ അംഗമല്ല എന്നുള്ളത്, അറിയാത്ത ആൾക്ക് അറിയില്ല. അതിന് ശാസ്ത്രത്തിൽ ആചാര്യന്മാർ ചില ലക്ഷണങ്ങളെ വെച്ചിട്ടുണ്ട്. ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി എന്നിങ്ങനെ 6 ലിംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിംഗ ലക്ഷണം. ഈ ലക്ഷണത്തിനനുസരിച്ച് ഒരു ശാസ്ത്രത്തെ പഠിക്കുമ്പോൾ ഏതാണ് പൂർവാപര ബന്ധത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാവും. ഏത് ഗ്രന്ഥത്തിലും അത് കാണാനും കഴിയും. അതിനനുസരിച്ച് പഠിക്കുമ്പോഴാണ് പ്രക്ഷിപ്ത ഭാഗങ്ങൾ കാണാൻ സാധിക്കുക. ഈ പ്രക്ഷിപ്തങ്ങള് വ്യാഖ്യാന ഭേദങ്ങളാൽ വരുന്നതാണ്. ഇവിടെ തന്നെ ഭൂമി പരന്നതാണെന്ന് ഖുർആനിൽ പറയുന്നില്ലെന്ന് പറഞ്ഞു, അഥവാ അത് മനുഷ്യനെ ബോധിപ്പിക്കാൻ ഒരു തലത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു. എങ്കിൽ ആദ്യം വേണ്ടത് ഹൈന്ദവ ഇസ്ലാം സംവാദം വെക്കുന്നതിന് പകരം അത്തരം ഭാഷ്യങ്ങളെ പ്രാമാണികമായി അംഗീകരിക്കുന്നവരുമായി ചർച്ച ചെയ്യാം. ആശ്രമത്തിൽ 2-3 വിശുദ്ധ ഖുർആന്റെ പുസ്തകങ്ങളുണ്ട്. അവയിൽ ഇംഗ്ലീഷ് പുസ്തകത്തിലും ദി ഗ്ലോറിയസ് ഖുർആൻ എന്നുള്ള പുസ്തകത്തിലും അതുപോലെ DC ബുക്സ് ഇറക്കിയ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിലും 100-ലധികം സ്ഥാനങ്ങളിൽ ഭൂമി പരന്നതായി നിനക്ക് മുമ്പിൽ നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിനെ നീ കാണുന്നില്ലയോ എന്ന് വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. ആദ്യം ആ ഭാഷ്യങ്ങളും വ്യാഖ്യാനങ്ങളും ഇറക്കിയ വിഭാഗക്കാരോട് സംവാദം നടത്തുക. എന്നിട്ട് നമുക്കിടയിൽ ഒരു ഖുർആനെ സംബന്ധിച്ചൊരു ഐക്യരൂപി ഉണ്ടാക്കുക. എന്നിട്ടാവാം മറ്റ് സംവാദങ്ങൾ എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് ആധികാരികമായി കിട്ടുന്നതായി വായിക്കുന്നത്. ഇപ്പൊ സംസ്കൃതം ആധികാരികമായി ഗുരുമുഖത്തിന് പഠിച്ചിട്ടില്ലാത്ത ആള് വ്യാഖ്യാനം മനസ്സിലാക്കും പോലെ അറബി ഭാഷ ആധികാരികമായി പഠിച്ചിട്ടില്ലാത്ത ആള് വ്യാഖ്യാനത്തെ ആശ്രയിക്കും. അബദ്ധ വ്യാഖ്യാനങ്ങളാണെങ്കിൽ അവ ആദ്യം ഇരുത്തുകയോ ചർച്ചയിലൂടെയും സമവായത്തിലൂടെയും വസ്തുതയെ ബോധിപ്പിക്കുകയോ ചെയ്യുക. എന്നിട്ട് മതി മറ്റ് സംവാദങ്ങൾ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവനവന്റെ പക്ഷസമർത്ഥനത്തിന് അവനവന്റെ പുസ്തകത്തെ പ്രമാണമാക്കി മാത്രം കാണിക്കുന്ന യുക്തിരഹിതമായ സമീപനമായിരിക്കും വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഏത് ഗ്രന്ഥത്തിൽ ഏതാചാര്യം പറഞ്ഞാലും അതിൽ ദേശകാലങ്ങൾക്കനുസരിച്ച് ഉപദേശം ഉണ്ടാവും. ഉദാഹരണത്തിന് ഖുർആനിലേക്ക് തന്നെ നോക്കുക. അവിടെ നബിയുടെ ഭാര്യമാരും മറ്റ് സ്ത്രീകളും കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരോട് നേരിട്ട് സംസാരിക്കരുത്, നിങ്ങൾ മറവിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കണം. ഇത് നിങ്ങളുടെയും അവരുടെയും പരിശുദ്ധി നിലനിർത്താൻ നല്ലതാണെന്ന ഒരു നല്ല ഉപദേശമുണ്ട്. അത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ അത് എക്കാലത്തേക്കും വേണ്ടതല്ല. അത് ആ ദേശകാലത്തിലേക്ക് ആ വ്യക്തിയെ സംബന്ധിച്ച് മാത്രമുള്ളതാണ്. ഇതുപോലുള്ള ഉപദേശങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളിലും കാണും. അവ സ്മൃതി എന്ന അംശത്തിലാ വരിക. അവയൊരിക്കലും ശ്രുതി എന്ന അംശത്തിൽ വരില്ല. അതുപോലെ ഏത് ആചാര്യൻ ഉപദേശിക്കുമ്പോൾ ഈ 2 അംശങ്ങൾ കാണും. അവയെ വേർതിരിക്കാൻ ശീലിക്കുക. അതാണ് ശ്രുതി സ്മൃതി എന്ന് 2ആയി ശാസ്ത്രത്തെ വിഭജിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിന്റെ മർമ്മത്തിലേക്ക് പോകാതെ അവനവൻ്റെത് മാത്രം എന്ന് സ്ഥാപിക്കുന്ന രീതിയായിരിക്കും വരിക. അത് സംശയ നിവാരണത്തിന് യുക്തിയുക്തമായ സമീപനമല്ല ഉണ്ടാവുക. ഒരു പുസ്തകത്തിൽ ഒതുങ്ങിയതായിരിക്കും. പുസ്തകത്തിലാവുമ്പോൾ എല്ലാവർക്കും പുസ്തകത്തിലുണ്ടാവുമല്ലോ പ്രവേശിക്കാൻ. നേരത്തെ ബൃഹദാരണ്യകത്തിലൊരു മന്ത്രം ഇവിടെ പറഞ്ഞു, നമ്മൾ അംഗീകരിക്കുന്നു. ഏത് പുസ്തകത്തിൽ എന്ന് പറഞ്ഞത് ഇവിടെ സനാതന ധർമ്മഗ്രന്ഥങ്ങളിൽ ഒരുപാട് പ്രക്ഷിപ്തങ്ങളുണ്ട്. ഗുരുനാഥൻ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കും. അതുപോലെ ഏതിലുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആധികാരികമൊന്നും അറിയില്ല, ആധികാരികമായി അറിയുന്ന വേദിയിലുള്ളവർക്ക് പറയാം. ഈ ഖുർആൻ തന്നെ ഉസ്മാൻ എന്നൊരു മഹാത്മാവിന്റെ കാലത്ത് പല പ്രതികൾ കത്തിക്കപ്പെട്ടിരുന്നു, ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു പരാമർശം ഇസ്ലാമിക വിദ്വാൻമാർ തന്നെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇനി അവര് പ്രമാണഭൂതന്മാരല്ലാതെ ഈ വേദിയിൽ പറയപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിന് അനേകം പ്രതികളിൽ പലതിനെ കത്തിച്ച് ഒന്നിനെ നിലനിർത്തി? അഥവാ അതിൽ പ്രക്ഷിപ്തങ്ങളോ മനുഷ്യരുടെ കൈകടത്തലോ ഇല്ലെങ്കിൽ. 2, ദൈവിക പ്രബോധനം ലഭിക്കുന്നത് മനുഷ്യനല്ലേ? ദൈവിക പ്രബോധനമാണ് എല്ലാ വേദങ്ങളും. പക്ഷെ അവ സ്വീകരിക്കുന്നത് മനുഷ്യനാണ്. അത് നബി ആയാലും യേശു ആയാലും ഋഷി ആയാലും ആരായാലും മനുഷ്യനാണ് സ്വീകരിക്കുന്നത്. ആ മാനുഷിക തലത്തിനനുസരിച്ച് അത് രേഖപ്പെടുത്തലുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഭാഷാഭേദം വരുന്നത്. ഒരാചാര്യൻ ഏത് ഭാഷയുടെ പ്രദേശത്ത് ജീവിച്ചോ അതിനനുസരിച്ചാണല്ലോ ഓരോ ഗ്രന്ഥങ്ങളും ആവിർഭവിക്കപ്പെട്ടത്. ഹീബ്രു പ്രാധാന്യം വരുന്നു ബൈബിളില്, അറബി പ്രാധാന്യം വരുന്നു ഖുർആനില്, സംസ്കൃത പ്രാധാന്യം വരുന്നു വൈദിക ഗ്രന്ഥങ്ങളിൽ. എന്തുകൊണ്ട്? ഒരാചാര്യൻ ഏത് പ്രദേശത്ത് ജീവിക്കപ്പെട്ടോ അതിനനുസരിച്ച ഭാഷാ രീതിയിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അത് മാനുഷികമായ ഭാവങ്ങൾ അതിൽ കടന്നുകൂടുന്നുണ്ട്. പക്ഷേ ഒരാചാര്യൻ തപസ്സിലൂടെ ശുദ്ധി നേടിയാൽ, ഹീറാ ഗുഹയിൽ തപസ് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നബിക്ക് ശാസ്ത്രസത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ഓരോ ആചാര്യനും തപസ്സിലൂടെയാണ് നേടിയത്. ആ തപസ്സിലൂടെ ചിത്തശുദ്ധി നേടുമ്പോഴാണ് ശാസ്ത്ര രഹസ്യം മനസ്സിലാവുക. എങ്കിൽ അറിയുക, ആ തപസ് ജീവിതബോധമാക്കിയാൽ പ്രസംഗമല്ല, മറ്റവനെ അടിച്ചിരുത്താനുള്ള വാദകോലാഹലമല്ല.
സംവാദമല്ല, മറിച്ച് തപസ് ജീവിത വ്രതമാക്കിയാൽ ലോകത്ത് എല്ലാ ആചാര്യന്മാരും പറഞ്ഞ നല്ല ആശയങ്ങളെ അംഗീകരിക്കാനും എല്ലാത്തിലെ നല്ലതിനെയും ദിവ്യമെന്ന് കാണാനും എന്നാൽ എല്ലാത്തിലും സ്വാർത്ഥമതികളുടെ ദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഇല്ലെങ്കിൽ വിഗ്രഹാരാധകരെ കാണുന്നതെന്ന് ഉപദ്രവിച്ചുകൊള്ളൂ, വിഗ്രഹാരാധകരോട് ബിസിനസ്സിന് വേണ്ടി പോലും കൂട്ടുകൂടരുത് എന്നുള്ള പരാമർശങ്ങളെ ദിവ്യമായി ഞാൻ കാണില്ല, ഒരിക്കലും കാണില്ല. എന്നാൽ അത്തരം പരാമർശങ്ങൾ ഖുർആനിൽ കാണുന്നുണ്ട്. അതിന് ഞാൻ സ്മൃതിയായി തള്ളും. എന്നാൽ സ്നേഹിക്കുക, ഈശ്വരോപാസന ചെയ്യുക, ഈശ്വരന് വേണ്ടി സമർപ്പിക്കുക തുടങ്ങിയ നല്ല ആശയങ്ങൾ ഞാൻ ശ്രുതിയായി കാണും. ഈ വിഭജനത്തിലൂടെ ഖുർആനെ കാണുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല, ബൈബിളിനെ കാണുന്നതിൽ യാതൊരു വിരോധമില്ല. പക്ഷേ അതിൽ ഇത്തരം നിന്ദ്യങ്ങളായ പരാമർശങ്ങൾ കാണുമ്പോൾ, മറ്റതിനെ അംഗീകരിക്കാത്ത ഭാവം കാണുമ്പോൾ അത് ദിവ്യമാണെന്ന് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അവയിലും സ്മൃത്യംശങ്ങളുണ്ട്. ഏത് ശ്രുതിയിലും ഈ രണ്ടും കാണുമെന്ന് യുക്തിയുള്ളവർക്ക്, വിധേയത്വം കൊണ്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആന്റെ ദൈവികതയെ കുറിച്ച പരാമർശങ്ങളിൽ സ്വാമിജി വിമർശിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ 100-ലധികം തവണ ഭൂമി പരത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിജിയുടെ ഒരു കേവല പരാമർശമാണ്. ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് 100-ലധികം തവണ ആ രൂപത്തിലുള്ള യാതൊരു പരാമർശവുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് പരാമർശമുണ്ട്, അതിലുള്ള പല പരാമർശങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ജനങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയെ വിരിപ്പാക്കിയതായി പറയുന്നുണ്ട്, ഭൂമിയെ വിധാനിച്ചതായി പറയുന്നുണ്ട്. ആ വിധാനിച്ചതായുള്ള പരാമർശമാണ്. ഭൂമിയെ പരത്തിയിരിക്കുന്നു, ഭൂമിയെ മനുഷ്യരുടെ മുന്നിൽ പരത്തിയിട്ടിരിക്കുന്നു, ഭൂമി മനുഷ്യർക്ക് ജീവിതയോഗ്യമാക്കിയിരിക്കുന്നു എന്നെല്ലാമുള്ള പരാമർശങ്ങളാണ് ഈ രൂപത്തിൽ ഉള്ള പരിഭാഷകളായി വ്യാഖ്യാനങ്ങളായി പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്താ സൂചിപ്പിക്കാനെന്ന് വെച്ചാൽ, ഇവിടെ ഈ സംവാദം സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഉള്ള ആരുടെയെങ്കിലും മേലെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള സംവാദമല്ല. ഇവിടെ നടന്നു വരുന്നത് പോലെ തന്നെ കൃത്യമായി ആശയപരമായി സ്വാഭാവികമായിട്ട് ഖുർആൻ ദൈവികമാണെന്ന് എനിക്ക് ബോധമുണ്ടാകും. അത് ഞാൻ സമർപ്പിക്കുന്നു. സ്വാമിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് പറയാം. സ്വാമി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിപ്രായ വ്യത്യാസമുള്ള മറ്റൊരു കാര്യം, മറ്റ് പല കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. പ്രതി ഒരാൾക്ക് സത്യംശവും സ്മൃത്യംശവും മനസ്സിലാവുക എന്താണ് കേവല തപസ്സിലൂടെയാണെന്നാണ് സ്വാമിജിയുടെ പക്ഷം. അവിടെയും നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു. കാരണം കേവല വ്യത്യസ്തങ്ങളായ ആചാര്യന്മാർ ഈ സ്മൃതിയെയും കണ്ട രീതിയെക്കുറിച്ച് കാണുമ്പോൾ ശ്രുതി ഗ്രന്ഥങ്ങളായി പ്രമാണ ഗ്രന്ഥങ്ങളായി അംഗീകരിക്കേണ്ടത് ഏത് എന്ന വിഷയത്തിൽ വരെ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നു. അവിടെ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രന്ഥങ്ങൾ എന്താണ് എന്ന അടിസ്ഥാന തത്വത്തിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാമി ദയാനന്ദ സരസ്വതി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രുതി പ്രാമാണ്യമുള്ള ഗ്രന്ഥങ്ങളായി അംഗീകരിക്കുന്നത് കേവലം ഈ ഇതിനെ മാത്രമാണ്, അദ്ദേഹം വേദസംഹിതകളെ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. അദ്ദേഹം പലപ്പോഴും പറയുമ്പോൾ വളരെ കഠിനമായ പദം ഉപയോഗിച്ചിട്ട് മറ്റ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഉപനിഷത്തുക്കളിൽ പോലും പോപ്പന്മാരുടെ വചനങ്ങളുണ്ട് എന്നെല്ലാമുള്ള പരാമർശങ്ങളാണ്. അദ്ദേഹത്തിൻ്റെതായ വീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് വിഗ്രഹാരാധന പാപമാണ് എന്നാണ്. അദ്ദേഹം ഈ തരത്തിലുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ സാധനങ്ങൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വേദസംഹിതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് വേദസംഹിതകളിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യജുർവേദത്തിലെ 32-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിഗ്രഹാരാധന പാപമാണ് എന്നതാണ്. അദ്ദേഹം അതിന് ഒരുപാട് കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെയോ അല്ലെങ്കിൽ സ്വാമിജിയോ ഗണ്ണിക്കുകയല്ല. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരേ ഗ്രന്ഥത്തെ തന്നെ ഒരേ പ്രമാണത്തെ തന്നെ വ്യത്യസ്തന്മാരായ ആചാര്യന്മാർ സ്വാമിജി പറഞ്ഞതുപോലെയുള്ള ഉപാസനകളും സാധനങ്ങളും നടത്തിയതിനു ശേഷം അവര് വ്യത്യസ്ത ആ ഗ്രന്ഥങ്ങൾ തന്നെ സ്വീകരിക്കേണ്ട വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ എത്തിച്ചേർന്നു. അവിടെയാണ് പ്രശ്നം. അതേപോലെ തന്നെ ഏതെങ്കിലും ആളുകളെ വിജയിച്ചതോ അതല്ലെങ്കിൽ ആരെയെങ്കിലും കുറിച്ചോ ഉള്ള പരാമർശങ്ങളല്ല. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളത് ആ പരാമർശങ്ങളുടെ നിയമം ഏത് കാലഘട്ടത്തിലും ബാധകമാണ് എന്നല്ല പറഞ്ഞത്. ആ പരാമർശങ്ങൾ ഏതായിരുന്നാലും ഏത് കാലഘട്ടത്തിലും ബാധകമാണ്. അത് സ്മൃത്യംശമുള്ളതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിഷയത്തിൽ മുഹമ്മദ് എന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം മനുഷ്യർക്ക് മൊത്തമായി പൊതുവായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ മനുഷ്യർക്ക് പൊതുവായി എക്കാലഘട്ടത്തിലും ബാധകമായിട്ടുള്ളതാണ്. ഒരു ഗ്രന്ഥം പൂർണ്ണമായി ദൈവികമാണ് എന്ന് പറയുന്നത് അതിൽ ആ കാലത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആ കാലത്തെ ആ സംഭവവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ യുദ്ധരംഗത്തുള്ള പരാമർശങ്ങളുണ്ട്. ഇവിടെ സ്വാമിജി തന്നെ സൂചിപ്പിച്ചതുപോലെ ആ യുദ്ധരംഗത്തുള്ള പരാമർശങ്ങൾ, ഖുർആനിലെ പരാമർശങ്ങൾ സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന രംഗത്ത് ഉള്ള പരാമർശങ്ങളല്ല. അത് ആ സാഹചര്യം
സാഹചര്യം അനുസരിച്ച് ആ സാഹചര്യം ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനർത്ഥം ആ പരാമർശങ്ങൾ മൃദ്യംശമാണ് എന്നല്ല, എടുത്തു കളയേണ്ടതാണ് എന്നല്ല, മറിച്ച് അത് പരിശുദ്ധ ഖുർആനിലെ ദൈവിക വചനങ്ങൾ തന്നെയാണ്. യുദ്ധരംഗം കടന്നു വരുമ്പോൾ ഉള്ള പരാമർശമാണ്. അതേപോലെ തന്നെ ശത്രുതയിൽ നിലനിൽക്കുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. സ്വാഭാവികമായി യുദ്ധരംഗത്ത് നിലനിൽക്കുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ പൊതുവായി സമാധാനപൂർണ്ണമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെടുന്നതല്ല. അതിനർത്ഥം ആ ഖുർആനിലെ പരാമർശങ്ങൾ എല്ലാ കാലത്തിനും യോജിച്ചതല്ലാന്നല്ല, മറിച്ച് ഇവിടെ യുദ്ധം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ പരാമർശം അവിടെ യോജിച്ചതല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ രൂപത്തിലാണ് കാര്യങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്നത് വ്യക്തമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലെ മനുഷ്യർക്ക് ധർമ്മങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം. അവിടെ അതല്ല എന്നാകുമ്പോൾ ഈ വേദ സംഹിതകളുടെ ആയിരുന്നാലും മറ്റെന്ത് വൈദികമായ അറിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നാലും വൈയക്തികമായ തീരുമാനങ്ങളാണ് എങ്കിൽ പല വൈയക്തികമായി ചരിത്രത്തിൽ നടന്ന പല തീരുമാനങ്ങളും ആ ഭൂമികയിൽ വെച്ചെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അത് പലപ്പോഴും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് സത്യമാണല്ലോ. വൈദിക ദർശനത്തിന്റെ പേരിൽ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ചരിത്രത്തിൽ നടന്നിട്ടുള്ള, ഞാനത് ആവർത്തിക്കുകയല്ല, പലപ്പോഴും മതപരമായ ഒരു സംവാദത്തിൽ മതപരമായി വൈകാരികമായി ബന്ധപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയല്ല, മറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പ്രമാണം, ഒരു ധർമാധർമ്മങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രമാണം നമുക്ക് ആവശ്യമാണ്. ആ പ്രമാണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതെന്നാണ്, അതിനുള്ള തെളിവായിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ആ തെളിവുകൾ നിങ്ങൾക്ക് പരിശോധന വിധേയമാക്കാം, പ്രമാണമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വീകരിക്കാം എന്ന് മാത്രമേ ആ വിഷയത്തിൽ സൂചിപ്പിക്കാമോ. സ്വാമിജിയുടെ ചോദ്യമുണ്ട്. ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ അതിന് ശ്രുതികളിലോ സ്മൃതികളിലോ വല്ല തെളിവുകളുണ്ടോ? ഈ പാദം ഗ്രഹിക്കൽ പാദം കാഴ്ചൽ എന്നീ ശുശ്രൂഷകൾക്കെല്ലാം ശ്രുതികളിലോ വല്ല തെളിവും കാണാൻ പറ്റും? സായിബാബ, അമൃതാനന്ദമയി ദേവി തുടങ്ങിയവർ ശ്രുതി സ്മൃതി പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവമാണോ എന്നാണ് ചോദ്യം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സനാതന ധർമ്മിയെ സംബന്ധിച്ച് എല്ലാം ഈശ്വര ചൈതന്യം വിളങ്ങി നിൽക്കുന്നതാണ്. എല്ലാവരും ദൈവം തന്നെയാണ്. ഈശ്വര സ്വരൂപമല്ലാത്ത ഒന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം, ഇതെല്ലാം ഈശ്വരനാൽ ആവാസ്യമാണ്. ഈശ്വരീയമല്ലാത്ത ഒന്നില്ല, കാരണം ചൈതന്യം രണ്ടില്ലാത്തത് കൊണ്ട്. എങ്കിൽ എല്ലാം ഒരു ദൈവം തന്നെ. എങ്കിൽ എന്താണ് സായിബാബയ്ക്കാവട്ടെ അല്ലെങ്കിൽ അമൃതാനന്ദമയി ദേവിക്കാവട്ടെ വൈശിഷ്ട്യം? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ലോകത്ത് ജീവിക്കുന്നത് വ്യത്യസ്ത ഉപാധികളോടുകൂടിയാണ്. സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളാണ് 3 ഉപാധികൾ. സ്ഥൂല ശരീരം ഈ കാണാകുന്നത് തന്നെ. സൂക്ഷ്മ ശരീരം ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും അന്ധകരണങ്ങളും കൂടിയതാണ്, 17 ഘടകങ്ങൾ ചേർന്നത്. കാരണ ശരീരം കേവലം അജ്ഞാന ശരീരമാണ്. ഇത് ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് വേദാന്തത്തില്. സ്ഥൂലമായ പ്രസംഗം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേദിയിൽ ഉന്നയിക്കപ്പെട്ടതിന് സമാധാനം പറയാമല്ലോ എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പൊ ഈ ഉപാധികളിൽ ജീവിക്കുന്ന നമ്മൾ എത്ര കണ്ട് തപസ്സിലൂടെയും സ്വാധ്യായത്തിലൂടെയും ചിത്തശുദ്ധിയെ നേടുന്നുണ്ടോ, അവനവന്റെ ഉപാധി പരിശുദ്ധമാക്കി നിർമ്മലമാക്കി തീർത്തുന്നുണ്ടോ, അതിനനുസരിച്ച് ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്ന ഈശ്വരാംശം കൂടുതൽ പ്രകടമാകും. സൂര്യൻ പ്രതിബിംബിക്കുന്നത് മണ്ണിലും കണ്ണാടിയിലും പലകയിലും പുല്ലിലും ഒരുപോലെയാണെങ്കിലും കണ്ണാടിയിൽ അധികം പ്രതിഫലിക്കും. അത്ര പ്രതിഫലിക്കില്ല മണ്ണിൽ, പക്ഷെ രണ്ടിലും ചൈതന്യം ഏകരൂപമായി പതിയുന്നുണ്ട്. ഇതുപോലെ ഉപാധികളിൽ പ്രകാശിക്കുന്ന ഭാവം എത്ര ഉപാധി സ്വച്ഛമാണോ അത്ര പവിത്രവും പരിശുദ്ധവുമായി കാണപ്പെടും. ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ സകല മഹാത്മാക്കളെയും വീക്ഷിക്കുന്നത്. അത് ഒരു ദേശത്തിന്റെ വ്യവച്ഛേദം നമ്മൾ കൽപ്പിക്കുന്നില്ല. ഇന്ന ദേശത്തിലെ മഹാത്മാവ് ഉണ്ടാവുന്നല്ല, ലോകം മുഴുവൻ ഇന്ന കാലഘട്ടം എന്ന് മനസ്സിലാക്കുന്നില്ല. ഏത് കാലഘട്ടത്തിലായാലും ഈ ചിത്തശുദ്ധിയെ പൂർണ്ണമായി നേടിയ പരിശുദ്ധാന്തകരണയുക്തന്മാരായി ആത്മചൈതന്യത്തെ പരമാവധി പ്രകാശിപ്പിച്ച മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. പരിധി കൽപ്പിക്കുന്നില്ല. നമ്മൾ അല്പദൃഷ്ടി വെച്ചല്ല പരിധി കൽപ്പിക്കേണ്ടത്, ശ്രദ്ധിക്കുക. ആ നിലയ്ക്ക് എടുക്കുന്നത് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കും. യദ്യത് വിഭൂതിമത്തത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന്. എവിടെ വിശേഷമായ മഹത്വത്തെ നീ കാണുന്നുവോ അവിടെയൊക്കെ ഈശ്വരാംശം കൂടുതൽ പ്രകടമാണെന്ന്, കൂടുതൽ ഉണ്ട് എന്നല്ല അർത്ഥം. അതിനാണ് നേരത്തെ സൂര്യൻ പ്രതിബിംബിക്കുന്ന ദൃഷ്ടാന്തം പറഞ്ഞത്. കൂടുതൽ പ്രകടമാകുന്നു എന്ന് നീ മനസ്സിലാക്കൂ. അങ്ങനെ വീക്ഷിക്കുമ്പോഴാണ്
ആ ദൃഷ്ടിയിലൂടെയാണ് നമ്മൾ മഹത്തുക്കളെ കാണുന്നത്. എല്ലാ മഹത്തുക്കളെയും അവിടെ അമൃതാനന്ദമയിന്നോ സായിബാബാന്നോ ഉപസംഹരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തെ ഏത് പ്രദേശത്ത് ഏത് മഹാത്മാവുണ്ടോ, എത്രയോ സൂഫി വര്യന്മാരുണ്ട്, എത്രയോ ക്രിസ്ത്യൻ സന്യാസിമാര് മഹത്തായ ജ്ഞാനസിദ്ധിയിലേക്ക് ഉയർന്നവരുണ്ട്. അവര് മതത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ച് പരമമായ ഈശ്വരീയ പ്രജ്ഞയിലേക്ക് ഉയർന്നവരാ. അവരെ മുഴുവൻ തന്നെ നമ്മൾ ദിവ്യതയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നവരായിട്ട് കാണുന്നു. ദിവ്യത പ്രത്യേകമായിട്ട് അവരിലല്ലുള്ളത് എല്ലാറ്റിലും ഉണ്ട്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ലോകിഹസ്തിനി ശുനി ചൈവശ്വപാക്കേച്ച. അവിടെ വിനയസമ്പന്നനായ ബ്രാഹ്മണനായാലും പശുവായാലും ആനയായാലും പട്ടിയായാലും ആ പട്ടിയെ പാചകം ചെയ്യുന്നവനായാലും കുടികൊള്ളുന്ന ചൈതന്യ വിശേഷം ഏകമാണ്, അതിന് ഭേദമില്ല. എന്നാൽ ഉപാധി ഭേദമനുസരിച്ച് ഒരേ വൈദ്യുശക്തിയാണ് ഇതിലൊക്കെ പ്രവേശിക്കുന്നത്. പക്ഷെ ഈ ഉപാധിയിൽ അധികതരമായി പ്രകാശിക്കുന്നു, ആ ട്യൂബിൽ അത്ര പ്രകാശിക്കുന്നില്ല. ഇനി അവിടെ കുറച്ചും കൂടി വാറ്റേജ് കുറഞ്ഞ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് തുല്യമായി ആണെങ്കിലും പ്രകാശിക്കുന്ന തോതിന് മാറ്റം ഉണ്ടാവും. 220 വോൾട്ട് തന്നെയാ ഈ ലൈനിലൂടെ പോകുന്നത്. പക്ഷെ ഒരു 0 വാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പ്രകാശം ഉണ്ടാവില്ല. അവിടെ ചൈതന്യമേ ദൃഷ്ടാന്തം ഒരിക്കലും പരമല്ലേ. ദൃഷ്ടാന്താതീതമായ ദാഷ്ടാന്തികത്തെ സൂചിപ്പിക്കാനാ ദൃഷ്ടാന്തം മനസ്സിലാക്കുക. ദൃഷ്ടാന്തം എടുത്തിരുന്നാലും ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടതിന് എടുത്ത് ബാക്കി തള്ളിക്കളയണം. ഇതുപോലെ ചൈതന്യമേകമാണെങ്കിലും ഉപാധിയുടെ ഭേദമനുസരിച്ച് അത് പ്രകടമാവുന്നതിന് മാറ്റമുണ്ട്. ഈ അർത്ഥത്തിൽ സത്യസാക്ഷാത്കാര സമ്പന്നരായ മഹാത്മാക്കള് അവരെ ഒരു ഭേദവും കൽപ്പിച്ചിട്ടില്ല. അവിടെ സ്ത്രീ പുരുഷാദി ഭേദമില്ല, അവിടെ ദേശവിശേഷത്തിനനുസരിച്ച് ഭേദമില്ല. അവരെ ദിവ്യപുരുഷന്മാരായിട്ട് ഹിന്ദു അംഗീകരിക്കുന്നു, യാതൊരു സംശയവുമില്ല. അത് ഏത് ദേശത്ത് ജനിച്ചാലും അവരെ ദിവ്യതയുള്ളവരായി അഥവാ ദിവ്യത കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടവരായി ഹിന്ദു അംഗീകരിക്കും. തസ്മാത് ആത്മജ്ഞം ചർച്ചയേത് ഭൂതികാമഹ എന്ന് ഉപനിഷത്തിൽ വ്യക്തമായി ഉപദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മജ്ഞാനിയെ ആദരവോടുകൂടി നീ പൂജാഭാവത്തോടുകൂടി കാണൂ. അവരിൽ നിന്ന് എന്തെന്ന് ഗ്രഹിക്കാൻ കഴിയോ അവയെ നീ ഗ്രഹിക്കൂ. ഈ ദൃഷ്ടിയിലാണ് എല്ലാ മഹാത്മാക്കളെയും ഇവിടെ അമൃതാനന്ദമയിലും സായിബാബൊന്നും പരിമിതപ്പെടുത്തുന്നില്ല. ഏത് മഹാത്മാവിൽ എന്ത് മഹത്വം കൂടുതലായി കാണപ്പെടുന്നുണ്ടോ അവരെയൊക്കെ ഒരു ഹിന്ദു ഗണിക്കുന്നത്. ഈ രീതിയിൽ ഏതാചാര്യനെയും ഹിന്ദു ഗണിക്കുകയും ചെയ്യും. പക്ഷേ സ്ത്രീ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല. ശ്രദ്ധിക്കുക. അതാണ് ആ വിഷയത്തിൽ ഏറ്റവും സംക്ഷിപ്തമായി പറയാനുള്ളത്. ഇവിടെ ബഹുമാനായ സ്വാമിജി ഹൈന്ദവ വീക്ഷണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈദിക വീക്ഷണമാണ് പ്രകടിപ്പിച്ചത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നല്ല ആളുകളെയും ഇസ്ലാം അംഗീകരിക്കും. ആ നന്മ എന്നുള്ളത് കൃത്യമായ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതോടൊപ്പം തന്നെ ഇവിടെ ആളുകൾ നല്ലതായി എന്നുള്ളത് കൊണ്ട് അവരിൽ ദൈവികതയുണ്ട് എന്നും ഞങ്ങൾ ദൈവമാണ് എന്നും ദൈവികത്വം സ്ഥിതി ചെയ്യുന്നു എന്നുമുള്ള ഭാഗത്തെ ഇസ്ലാം നിഷേധിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നന്മ എന്നുള്ളത് ഓരോ വ്യക്തികളും എത്തിച്ചേരുന്ന അവരുടേതായ പ്രവർത്തനങ്ങളെ കൂടെ എത്തിച്ചേരുന്ന കാര്യമാണ്. നന്മക്ക് തന്നെ 2 തലങ്ങളുണ്ടാകാം. ഒന്ന് പുറമേക്ക് നന്മ പ്രകടിപ്പിക്കുന്നവരുണ്ടാകാം, അകത്ത് തിന്മയുള്ളവരുണ്ടാകാം. മറ്റൊന്ന് ഇതേപോലെ നന്മ അകത്തും പുറത്തുമുള്ളവരുണ്ടാകാം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുറത്തേക്കുള്ള ഭാവം മാത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ അളക്കാൻ പൊതുവെ സാധ്യമാവുകയുള്ളൂ. പിന്നെ കൂടുതൽ കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സാധ്യമാകുന്നത്. ഇസ്ലാം പറയുന്നത് അടിസ്ഥാനപരമായി ആരിലും ദൈവികാംശമില്ല, മറിച്ച് സൃഷ്ടികർത്താവായ തമ്പുരാൻ, അവനാണ് സൃഷ്ടാവായ തമ്പുരാൻ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നാണ്. അടിസ്ഥാനപരമായി അതാണ് പ്രശ്നം. ഒരാളുടെ ബഹുമാന്യതയോ അയാളുടെ ഉന്നതാവസ്ഥയോ ഒന്നും തന്നെ അയാൾ ആരാധ്യനാക്കുന്നില്ല എന്നും സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അവിടെ ഭേദങ്ങളില്ല, യാതൊരു അർത്ഥത്തിലുമുള്ള ഭിന്നമായ ഭേദ സങ്കല്പങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. സൃഷ്ടാവായ തമ്പുരാൻ നമ്മളെ ആരാണോ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അവനെ മാത്രം ആരാധിക്കുക എന്ന്. ഇത് ബഹുമാന്യനായ സ്വാമിജിയെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ദർശനത്തിന് എതിരാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഇവിടെ ഭാരതീയ ദർശനത്തിലെ ഗ്രന്ഥങ്ങളെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ബഹുദേവാരാധന എന്നുള്ളത് തികച്ചും നിഷേധിച്ചുകൊണ്ടുള്ള ഒരുപാട് വചനങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ആചാര്യന്മാരെ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് യജുർവേദത്തിലെ തന്നെ 40-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുപാസതേ തതോ ഭൂയ ഇവതേ തമോ സംഭൂതി അമൃതഃ എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദയാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ സൂചിപ്പിക്കുന്നത് സൃഷ്ടികർത്താവായ തമ്പുരാൻ, അദ്ദേഹം പറയുന്ന വേദത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള തമ്പുരാനെ നേരിട്ട് മാത്രമേ ഉപാസിക്കുവാൻ പാടുള്ളൂ. മറ്റ് രൂപങ്ങളിലോ ഭാവങ്ങളിലോ വിഗ്രഹങ്ങളിലോ അതേപോലെ തന്നെ ദേവതാ സങ്കല്പത്തിലോ ഒന്നും തന്നെ വെച്ച് ഉപാസിക്കുവാൻ പാടില്ല.
അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് സ്വാമിജി പറഞ്ഞതുപോലെ ഈ അദ്വൈത വ്യാഖ്യാന ഭാരതീയ ദർശനത്തിന്റെ അദ്വൈത വ്യാഖ്യാനത്തിനുള്ള സാധ്യതയും അതേസമയം ഇസ്ലാമികമായ വീക്ഷണത്തിൽ സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർപ്പിക്കുന്നത്, എല്ലാത്തിന്റെയും കേന്ദ്രമവനാണ്. അവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതിയുടെ ഉദാഹരണം തന്നെ എടുത്താൽ അടിസ്ഥാനപരമായി എല്ലാ വസ്തുക്കളിലും സൃഷ്ടികർത്താവായ തമ്പുരാൻ. അവിടെ സ്വാമി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, ഓരോന്നായിട്ട് അനലൈസ് ചെയ്യുന്നില്ല, മറിച്ച് അത് പൂർണ്ണമായ ഉദാഹരണമല്ല എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ഇവിടെ സൃഷ്ടാവായ തമ്പുരാൻ എല്ലാത്തിന്റെയും കേന്ദ്രം അവനാണ്. അവൻ ദാനം ചെയ്തത് നമ്മൾക്ക് ഒരു സൃഷ്ടാവായ തമ്പുരാനാണ് എല്ലാത്തിന്റെയും എല്ലാ കഴിവുകളുടെയും നിദാനം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കഴിവുകളെ ചോദിക്കുന്നതാണ് ഉപാസന എങ്കിൽ അതേപോലെ തന്നെ അവനിൽ നിന്ന് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹമാണ്, മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ് ഉപാസന എങ്കിൽ ആ ഉപാസനകൾ ആരാധനകൾ പൂർണ്ണമായി സൃഷ്ടാവായ തമ്പുരാനെ സമർപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമികമായ തത്വം. ആ തത്വം പഠിപ്പിച്ച പ്രവാചകന്മാർ ഇന്ത്യയിലും കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ വചനങ്ങൾ ചിലപ്പോൾ നമ്മുടെ പൗരാണിക സാഹിത്യങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. ഏതായിരുന്നാലും ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദർശനത്തിന്റെ മാത്രം വെളിച്ചത്തിൽ ഭാരതീയ വേദസംഹിതകളുടെ വെളിച്ചത്തിൽ പച്ചയായി ഇത്തരം ആരാധനാ രീതികളെയും ഇത്തരം ദേവതാ സങ്കല്പങ്ങളെയും എല്ലാം വിമർശിച്ച പണ്ഡിതന്മാർ ഭാരതീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമികമായി ആരാധ്യനായ തമ്പുരാൻ മാത്രമേ സൃഷ്ടാവായ തമ്പുരാൻ മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഏതെങ്കിലും മതത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഇസ്ലാമികമായ തത്വപ്രകാരം സാധ്യമല്ല. സത്യസായി ബാബയായിരുന്നാലും അതേപോലെ തന്നെ അമൃതാനന്ദമയി ആയിരുന്നാലും ഒരു കൂട്ടം ആളുകളുടെ ആരാധ്യ പുരുഷന്മാരെന്നുള്ള നിലക്ക് അവരെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് പരിശുദ്ധ ഖുർആനിന്റെ തത്വത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരുടെ ദൈവികത ചോദ്യം ചെയ്യുവാൻ ഞാനാളല്ല. എന്നാൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സൂചിപ്പിക്കാം. ഇവിടെ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അതിന് വിവിധ അർത്ഥങ്ങളില്ല, ഏതർത്ഥമേ ഉള്ളൂ. അതായത് വിവിധ ദിശകളിൽ ഛിന്ന ഭിന്നമായി പരക്കം പായുന്ന നമ്മുടെ ചിത്തവൃത്തികളെ ഏതെങ്കിലും ഒരു ആശ്രയത്തെ സ്വീകരിച്ച് അത് ഏതോ ആവാം, അത് വ്യത്യസ്ത ദേശങ്ങളിലെ വ്യത്യസ്ത ആചാര്യന്മാരിലൂടെ വ്യത്യസ്ത പ്രകാരേണ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്, ഏതോ ആവാം. ഏതെങ്കിലും ഉപാധിയെ സ്വീകരിച്ച് ഒരു ഉപാധിയെ സ്വീകരിക്കാതെ അന്ധകരണത്തെ ഏകാഗ്രതമാക്കാൻ കഴിയില്ല, തീർച്ചയായിട്ടും കഴിയില്ല. അതിനാണ് ആചാര്യന്മാർ നാമങ്ങളെ തന്നിട്ടുള്ളത്. അതിനാണ് വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹ എന്നുള്ള നിരുക്തിക്കനുസരിച്ച് വിഗ്രഹങ്ങളെ തന്നിട്ടുള്ളത്. വിഗ്രഹത്തെ പൂജിക്കാനല്ല, വിഗ്രഹത്തിലൂടെ പൂജിക്കാനാ. നാമത്തെ പൂജിക്കാനല്ല, നാമിയിലൂടെ പൂജിക്കാനാ. നാമത്തിലൂടെ നാമിയെ പൂജിക്കാനാ. അങ്ങനെ അന്ധകരണത്തിന്റെ ഛിന്ന ഭിന്നമായി പരക്കം പായുന്ന വൃത്തികളെ ഏകാഗ്രതമമാക്കുക, ഒരാശ്രയത്തിൽ നിബന്ധിക്കുക പോരാ. അതുകൊണ്ട് ഉപാസന പൂർണ്ണമായില്ല. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കും കണക്കെ തൈലധാരാവത് സമാനമായിരിക്കുന്ന ചിത്തവൃത്തികളെ നിയമിക്കുക എന്നുള്ളതാണ് ഉപാസന. ഇത് ലോകത്ത് ഏതാചാര്യനായാലും ഉപാസനയെ പറ്റി ഇതേ പറയാൻ ഒക്കൂ. ഈ ഉപാസനയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഭേദം ഉണ്ടാവാൻ സകാമൻ കാമ ഉദ്ദേശിക്കും, നിഷ്കാമൻ ചിത്തശുദ്ധി നേടും. അവൻ ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നേടില്ല, കാരണം അവിടെ കാമം വന്നു കഴിഞ്ഞു. അപ്പൊ സകാമൻ കാമനയെ നേടും, കാമനാരഹിതൻ ചിത്തശുദ്ധിയെ നേടും. ഇതാണ് വൈദികമായ പക്ഷം. ഈ പക്ഷത്തിനനുസരിച്ച് ഏതൊരു വ്യക്തിയിലൂടെ യഥാഭിമത ധ്യാനാദ്വ എന്ന് പതഞ്ജലി മഹർഷി പറയും പോലെ ഓരോ വ്യക്തിയുടെയും അന്ധകരണത്തെ നിയമിക്കാൻ നിയോഗിക്കാൻ ഏതാശ്രയത്തെ സ്വീകരിക്കാമോ അതിനെ സ്വീകരിക്കാം. പക്ഷെ ഒന്നേ ഉള്ളൂ, അന്ധകരണത്തെ നിയമിക്കണം. അതിനായിക്കൊണ്ടുള്ള ഉപാസനാ പദ്ധതിയിലാണ് ആചാര്യന്മാര് വിഗ്രഹങ്ങളെയും ആചാര്യോപാസനയും എല്ലാം വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും മജ്ജാസ്തി മാംസ മലമൂത്ര പാത്രമായിരിക്കുന്ന ശരീരത്തെ അല്ല ഉപാസിക്കുന്നത്. അച്ഛന്റെ ചിത്രം കാണുമ്പോ അതിലൂടെ നമ്മൾ അച്ഛനെ കാണുന്നു, ആ ചിത്രമാണെന്ന് അറിയുന്നവനും അതിലൂടെ അച്ഛനെ കാണുന്നു. ഇതാണ് വിഗ്രഹത്തിന്റെ തത്വം. ഈ നിലയ്ക്കാണ് ഉപാസനകളെല്ലാം ഉപദേശിച്ചിട്ടുള്ളത്. ഉപാസന മാർഗതലത്തിലാണെന്ന് അറിയുക. ഉപാസനയിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. മട്ടുപ്പാവിലെത്തും വരെ കോണി വേണ്ടു, മട്ടുപ്പാവിലെത്തിയാൽ കോണി വേണ്ട. എന്താണ് മട്ടുപ്പാവ്? അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ആ ബോധ സാക്ഷാത്കാരമാണ്. ഇവിടെ മനുഷ്യന് ഈശ്വരാംശം ഇല്ലെന്നല്ല ഹിന്ദു ധർമ്മം പറയുക, മനുഷ്യൻ ഈശ്വരൻ തന്നെയാണ് പറയുക. സർവത്തിന്റെയും ചൈതന്യ സ്വരൂപം ഏകമാണ്, ഏകമല്ലാത്തൊന്നില്ല. സർവത്തിന്റെയും സ്വരൂപം ഏകമാണ്. തത്വമസി ശ്വേതകേതു എന്ന് ആവർത്തിച്ച് ഈ തലത്തിലേക്ക് എത്തിയ ശിഷ്യനോട് ഉപദേശിക്കും. പക്ഷേ
അത്ര ചിത്തശുദ്ധിയും ഏകാഗ്രതയും സമ്പാദിച്ചിട്ടില്ലാത്ത വ്യക്തിയോട് തത്വമസി എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാവുള്ളൂ. അതറിയുന്ന ആചാര്യൻ ഉപാസനയിലൂടെ ചിത്തശുദ്ധി നേടാൻ ഉപദേശിക്കും. ആ തലത്തിലാണ് നേരത്തെ പറഞ്ഞ മഹത് ഉപാസനയും വിഗ്രഹങ്ങളിലൂടെ ഈശ്വരത്വത്തെ ഉപാസിക്കുന്നതും എല്ലാം വരുന്നത്. അത് ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കുക എന്നേ പറയാനുള്ളൂ. ഇത് ഒരു പ്രത്യേക പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിമിതമല്ല, ആർക്കും അനുഷ്ഠിക്കാവുന്നതാണ്, എവിടെയും അനുഷ്ഠിക്കാവുന്നതാണ്. മാത്രമല്ല എവിടെയും അനുഷ്ഠിക്കപ്പെടുന്നതുമാണ്. ചിലപ്പോൾ നിഷേധിച്ചു വരും. നിഷേധിക്കും സ്വാഭാവികമായിട്ട്. ഞങ്ങൾ വിഗ്രഹോപാസകരല്ല എന്നല്ല, വിഗ്രഹോപാസകരെ ഭാവികളെ എന്നുള്ള വിളിവരെയുണ്ട്. ശ്രദ്ധിക്കുക. പിന്നെ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ വ്യാഖ്യാനം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചു. തീർച്ചയായിട്ടും ദയാനന്ദ സരസ്വതി സ്വാമികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിന്ദുവിന്റെ മാന്യത നൈകോ ഋഷിർ യസ്യ വച പ്രമാണം എന്നാണ്. ഒരു വ്യക്തിയുടെ വാക്യമല്ല നമ്മൾ പ്രമാണമായി സ്വീകരിക്കുക. എന്നാൽ ആ വ്യക്തിയെ പൂർണ്ണമായി തള്ളുവോ? ഒരിക്കലുമില്ല. ആ വ്യക്തി എന്ത് നല്ല ആശയം പറഞ്ഞിട്ടുണ്ടോ എവിടുന്നായി നല്ല നിശ്ചയിക്കുക? അതിന് ഒരുപാട് പ്രമാണങ്ങളുണ്ട്. വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്വിതാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച്ച എന്ന് 4 പ്രമാണങ്ങൾ ധർമ്മത്തെ ഗ്രഹിക്കാനുണ്ട്. ഈ പ്രമാണങ്ങളിലൂടെ വിചാരം ചെയ്യാൻ പഠിക്കണം. അത് പഠിക്കാതെ സമീപിക്കാൻ പറ്റില്ല. ഒരു ഹയറായിട്ടുള്ള ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയം അതിന്റെ പ്രിലിമിനറി ക്ലാസ്സുകൾ പോവാതെ നമുക്ക് സമീപിച്ചാൽ അബദ്ധ നിഗമനങ്ങളിലേ നമ്മൾ എത്തും. അതുകൊണ്ട് ഏത് ഗ്രന്ഥങ്ങൾ സമീപിക്കുകയാണെങ്കിലും ഈ പടിപടിയായിട്ടുള്ള ഉപദേശത്തിന്റെ ഭാഷാഭേദം നേരത്തെ ഇവിടെ പറയപ്പെട്ടതാണ്. ലോകത്തിനോട് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞതാണെന്ന്, ലോക തലത്തിൽ പറഞ്ഞതാണെന്ന് ആ ഭേദം ആചാര്യന്മാരുടെ വാക്യങ്ങളിലും ഗ്രഹിക്കണം എന്നറിയുക. ആ നിലയ്ക്ക് വേണം ദയാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനവും എല്ലാം സ്വീകരിക്കാൻ. അത് മാത്രമല്ല വ്യാഖ്യാനമൊന്നും അറിയുക, കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാൻ വസ്തുനിഷ്ഠമായ ബുദ്ധിയോടുകൂടി സമീപിക്കുക. അപ്പോൾ കൂടുതൽ വെളിവാകും. ഈ ഉപാധിയിലെ ദൈവം അവതരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അറിയാം. അതിന് വല്ല തെളിവുണ്ടോ? പിന്നെ ഏതായാലും അമൃതാനന്ദമായി ഇപ്പൊ ഒരു വിഗ്രഹം, ഇപ്പൊ ഗണപതിന്റെ പിന്നെ ശിവന്റെ ആരെങ്കിലും ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടാവില്ല. അതിനെ വിളിച്ചിട്ട് അവര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാ. അവരും നമ്മളും ദൈവം സൃഷ്ടിച്ചതില്ലെങ്കിൽ ഇതിലൂടെ ഉണ്ടായതോ എന്താവട്ടെ. പക്ഷെ അവര് വിളിക്കുന്ന ആ ദൈവത്തെ സ്വാമിക്ക് എനിക്കും വിളിച്ചാൽ പോലെ എന്തിനാ അതിന്റെ ഇടയിൽ അമൃതാനന്ദമയിലെ കൊണ്ട്? അമൃതാനന്ദമയ്യെ ഉപാസിക്കുമ്പോഴാവട്ടെ, വേറെ ആരെയോ ഉപാസിക്കുമ്പോഴാണ്. സ്വാമി ആരെയും ഉപാസിക്കണില്ല, അതാദ്യം അറിയാം. സന്യാസി ഉപാസനയെ അതിക്രമിച്ചവനാണ്. സന്യാസി ആരെയും ഉപാസിക്കണം. നമ്മളൊരു പൂജ ചെയ്യുന്ന ആളല്ല, ഒരു ക്ഷേത്രത്തിലും പൂജ ചെയ്യുന്ന ആളല്ല. പൂജയുടെ എല്ലാ അംഗങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ താഴത്തുള്ളവരെ കാണാതിരിക്കരുത്. ഞാൻ ഈ സ്റ്റെപ്പ് കയറി വന്നിട്ടാണ് ഇവിടെ എത്തിയതെന്നുള്ള ഓർമ്മ എനിക്ക് വേണം. അതറിയുന്നവരായ ആചാര്യന്മാര് യഥാഭിമത ധ്യാനം നിർദ്ദേശിച്ചു. അതിലൂടെ എന്തെങ്കിലും മഹത്വം ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പോ ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു സന്യാസി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും. നമ്മളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള സന്യാസി വന്നാൽ ഇങ്ങോട്ട് നമസ്കരിക്കും. അത് ഞങ്ങളുടെ ആചാര രീതികളാണ്. എന്തിനെയാണ് നമസ്കരിക്കുന്നത്? ഈ മജ്ജയും മാംസവും അസ്ഥിയും മലവും മൂത്രവും രക്തവും നിറഞ്ഞ ഈ പാത്രത്തെയാ? അല്ല, അതിലൂടെ ഒരു തത്വം നാം കാണുന്നു. ആ തത്വത്തെയാണ്. ആ തത്വത്തെ മൈനസ് ചെയ്ത് നോക്കൂ. ഒരു മതഗ്രന്ഥത്തിൽ ഒരാശയവും ഇല്ല. എന്താണുള്ളത്? കേവലം വിശ്വാസത്തിന്റെ ദാർഢ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എന്റെ ആചാര്യം പറഞ്ഞതാണ്, അതുകൊണ്ട് അത് വിശ്വസിക്കപ്പെടേണ്ടതാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കവിഞ്ഞ് അതിലൂടെ ഏതൊരു തത്വത്തെ പ്രതിനിധാനം ചെയ്യപ്പെടുന്നുവോ അതിനെ ഉപാസിക്കൂ. അങ്ങനെ ഏതാചാര്യനെ ഉപാസിക്കൂ. ഒരു വിരോധമില്ല. ശ്രദ്ധിക്കുക. ആ ഭാവനയിൽ അല്ലാണ്ട് വ്യക്തി ഉപാസനയിലേക്ക് അധപ്പതിച്ചാൽ അത് മഹാ അധപ്പതനമായിരിക്കും. സംശയമൊന്നുമില്ല. ക്ഷേത്രം ഉപാസിക്കൂ, ക്ഷേത്രത്തിൽ ഉപാസിക്കൂ, ക്ഷേത്രത്തിൽ കുടുങ്ങിപ്പോകരുത്. നാമരൂപങ്ങളെ കൊണ്ട് ഉപാസിച്ചു തുടങ്ങൂ, പക്ഷെ നാമരൂപങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ഉപാസിക്കുന്നുണ്ടെങ്കിൽ, സംശയമില്ല, ഉപാസിക്കുന്നുണ്ടെങ്കിൽ പ്രസംഗിച്ചാലല്ല, തർക്കിച്ചാലല്ല അവൻ ഉയർച്ച ഉണ്ടാവും. സംശയമില്ല. ആശ്രമത്തിൽ വരുന്ന ഞാൻ ഇസ്ലാമാണെന്ന് പറയുന്ന പല സഹോദരങ്ങളോടും നിങ്ങൾ കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്നെങ്കിൽ നമ്മൾ പറയാറുള്ളൂ, തിരിച്ചു പറയാറില്ല. എന്തുകൊണ്ട്? പ്രസംഗത്തിനല്ല അധികം, ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അനുസരിച്ച് അനേക ദേവതകളെ പറഞ്ഞു തരുന്നു. ഈ ദേവതകളിലൂടെ മുഴുവൻ ഉദ്ദേശിക്കപ്പെടുന്നത് ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വമാണ്. ആ ഈശ്വരത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് അവനവന്റെ സമ്പ്രദായത്തിനനുസരിച്ച്, ഗുണഘടനയ്ക്കനുസരിച്ച് ഉപാസിക്കുവിൻ, ഉയരുവിൻ. ആ ഉപാസനയിലൂടെ ഉയരുന്നതിനനുസരിച്ച് കൂടുതൽ 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 സൂക്ഷ്മതലത്തിലേക്ക്, ഏകാഗ്രതലത്തിലേക്ക് മാനവൻ ഉയരാൻ കഴിയും. അങ്ങനെ കഴിയുന്നതിലൂടെ മാത്രമേ പരം തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ.
ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഉപാസിക്കുന്നവർക്ക് ശാസ്ത്ര രഹസ്യം മനസ്സിലാവും. ഇത് ഉപാസിക്കാത്തവനാണ് ശാസ്ത്രത്തിന്റെ പുറം പൂച്ചുകളിൽ മാത്രം ഭ്രമിച്ചു പോകുന്നത്, പുറം വാക്യങ്ങളിൽ മാത്രം ഭ്രമിച്ച് അകത്തേക്ക് പോകാൻ സാധിക്കാത്തത്. മറ്റൊരു സംഗതി പറയാനുള്ളത്, ഒരു പ്രകരണത്തിൽ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അപ്രകരണത്തിലുള്ള അസ്ഥാനത്തിലുള്ള വാക്യങ്ങൾ വന്നാൽ അബദ്ധവും. ഇതിവിടെ പറയാൻ കാരണം ഈശാവാസ്യ ഉപനിഷത്തിലെ സംഭൂതി അസംഭൂതി വിഷയം ഇവിടെ പറയപ്പെട്ടു. അത് ഈ വിഷയമല്ല. മറിച്ച് സംഭൂതി എന്ന് പറഞ്ഞാൽ ഏത് സംസ്കൃതം പഠിച്ച ആൾക്കും അറിയാം, സംഭവനം സംഭൂതി, സമ്യക് ഭവിച്ച, നാമരൂപാത്മകമായി തിരിഞ്ഞ. അസംഭൂതി അപ്രകാരം നാമരൂപാത്മകമായി തിരിഞ്ഞിട്ടില്ലാത്ത. ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാ? ഇത് വിരാട് ഉപാസനയെ സൂചിപ്പിക്കുന്നതാ, വിഗ്രഹോപാസനയെ സൂചിപ്പിക്കുന്നതല്ല. ആശയ പറഞ്ഞാൽ വിഗ്രഹോപാസനയെ സൂചിപ്പിക്കുന്നതാണ്. വിരാട് ഉപാസന ഉണ്ട്. ഈ പ്രപഞ്ചം അഖിലവും വിരാട്ടാണ്. ഈ വിരാട്ടിനെ നാമരൂപാത്മകമായിരിക്കുന്ന ഭാവത്തിൽ ഉപാസിക്കുന്നത്. എന്നാൽ നാമരൂപ പ്രകടീകരണത്തിനും അതീതമായിരിക്കുന്ന പരം തത്വമുണ്ട്. അതിലേക്ക് ഉയരണ്ടേ, അതിനനുസന്ധാനം ചെയ്യാൻ കഴിയണ്ടേ, അതിന് ഏകാഗ്രതയും ചിത്തശുദ്ധിയും നേടണ്ടേ. ശ്രദ്ധിക്കുക. അപ്പൊ പ്രകരണത്തിന് യോജിക്കുന്നതും പ്രകരണത്തിനനുസരിച്ചതുമായ വാക്യങ്ങളെയാണ് നമ്മൾ ശാസ്ത്ര വിചാരത്തിൽ ഘടിപ്പിക്കേണ്ടത്. ഇത് പറയാൻ കാരണം ഇതിന്റെ ആരംഭത്തിൽ പറയപ്പെട്ട മോഡറേറ്റർ പറഞ്ഞൊരു വാക്യത്തെ പ്രമാണീകരിച്ചുകൊണ്ടാണ്. ഇത് തർക്കത്തിനോ അന്യോന്യ പക്ഷ സ്ഥാപനത്തിനോ ഉള്ളതല്ല, സ്നേഹത്തിന്റെയും ശരിയായ അന്തരീക്ഷത്തിലും മനസ്സിലാക്കാനുള്ള വേദിയാവട്ടെ എന്ന് പറയപ്പെട്ടു. നല്ലൊരു വാക്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത്. അതുകൊണ്ട് പ്രകരണത്തിന് യോജിക്കാത്ത വാക്യങ്ങളെ ദയവായി ഉദ്ധരിക്കാതിരിക്കുക. ഉദ്ധരിച്ചാൽ മറ്റേ ഭാഗത്ത് മറ്റവും പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അസ്വാരസ്യം ഉണ്ടാവും. സ്നേഹ സംവാദം വിദ്വേഷ സംവാദമായി പരിണമിക്കും. പലതരത്തും അതാ സംഭവിക്കുന്നത്. നമുക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. അതിനുശേഷം ഇങ്ങനത്തെ അധികം പോവാത്തത്. ഇവിടെ അടുത്ത് തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു സംവാദം. ആ സംവാദത്തില് പങ്കെടുത്ത് ഒന്നിന്റെ ഗുണമോ ദോഷമോ ഇല്ലാണ്ട് സനാതന ധർമ്മത്തിന്റെ ആ ഉപനിഷത് വീക്ഷണത്തെ അവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇസ്ലാം വീക്ഷണത്തെ അവതരിപ്പിക്കേണ്ട വ്യക്തി ആദ്യമൊക്കെ പറഞ്ഞു, ബഹുമാനപ്പെട്ട സ്വാമിജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആ തെങ്ങിന്റെ മുകളിൽ കയറ്റി വെക്കുമ്പോൾ തന്നെ ഉറപ്പാ താഴേക്ക് ഇടാൻ പോകുക എന്നുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ എന്തേ പറഞ്ഞെന്നറിയോ? അങ്ങാടിയിലെ റൗഡികൾ പോലും ചെയ്യാത്ത വിക്രിയ ചെയ്തവനാ ശ്രീകൃഷ്ണൻ. സ്ത്രീകൾ കുളിക്കുമ്പോൾ ഒളിച്ചു നോക്കുക, എന്നിട്ട് അവരുടെ വസ്ത്രം എടുത്ത് മരത്തിന്റെ മുകളിൽ കൊണ്ടുപോവുക. ഇങ്ങനത്തെ കൃഷ്ണൻ ഉപദേശിച്ചതാ ഗീത എന്ന് അവിടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വന്ന പ്രഭാഷകൻ പറഞ്ഞു. ഒന്ന് ചിന്തിക്കുക, ഇതിന്റെ ശാസ്ത്രീയമായ തത്വം മനസ്സിലാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞുവോ? എന്ത് തത്വത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്? സ്ഥൂലദൃഷ്ടി കൊണ്ട് സൂക്ഷ്മബുദ്ധി ഉണ്ടാവില്ല. അവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന തത്വം തീർത്തും അതിമഹത്തായ ഉപനിഷത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ്. സന്യാസ ദീക്ഷാ സമയത്ത് മറ്റ് വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിച്ചു, വൈദിക കർമ്മങ്ങളുടെ ലക്ഷണമായിട്ടുള്ള യജ്ഞോപവീതത്തെ ഉപേക്ഷിച്ചു, ശിഖയെ ഉപേക്ഷിച്ചു, ദണ്ഡത്തെ ഉപേക്ഷിച്ചു, ബ്രഹ്മചര്യത്തിന്റെ ദണ്ഡത്തെ ഉപേക്ഷിച്ചു. ഇങ്ങനെ സർവ്വം ഉപേക്ഷിച്ച ശേഷം ശിഷ്യൻ ഗുരുനാഥനരികെ വന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും. എന്നിട്ട് സമ്പൂർണമായി വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒരു നൂൽബന്ധം പോലും ഇല്ലാണ്ട് ആ ഗുരുവിനെ വീണ്ടും വടക്ക് ഭാഗത്തോട്ട് പോയി തിരിച്ചു വന്ന് നമസ്കരിച്ച ശേഷമാണ് സന്യാസ ദീക്ഷ കൊടുക്കുന്നത്. ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആന്തരികമായ തത്വത്തെ പഠിക്കാത്ത, സാധന ചെയ്യാത്ത ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും? ചിന്തിക്കുക. ലജ്ജ എന്ന ഏറ്റവും പരമമായി മറ്റൊരാളിൽ നിന്ന് അകറ്റുന്ന ആ ദൃഷ്ടി പോലും തീർന്ന് ഏകത്വ ദൃഷ്ടിയിലേക്ക് ഉറച്ചിരിക്കണം ശിഷ്യൻ. ഇവിടെ ഏത് സന്ദർഭത്തിലായിരുന്നു ശ്രീകൃഷ്ണൻ വസ്ത്രം ധരിച്ചതും മരത്തിൽ കയറി ഇരുന്നതെന്ന് അറിയാത്ത ആളാ പറയുന്നത്. 41 ദിവസം ഭഗവാനെ നാഥനായി സാക്ഷാത്കരിക്കാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗോപസ്ത്രീകള് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു. ആ കാർത്യായനി വ്രതത്തിന്റെ സമാപന ദിവസമാണ് വ്രതസ്നാനം, അപഭൃത സ്നാനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വസ്ത്രം കൊണ്ടുപോകുന്നത്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഭഗവാനെ നാഥനായി ലഭിക്കണം. ഈ പ്രാർത്ഥനയോടുകൂടി ചെയ്ത വ്രതത്തിന്റെ പരിസമാപ്തിയിൽ വ്രതത്തിന് നിശ്ചയമായും അതിന്റെ ഫലമുണ്ട്. പരിപൂർണമായ വ്രതമായിരുന്നു അവർക്ക് ഒരു 41 ദിവസം മണ്ഡലകാലം. മണ്ഡലം എന്ന് പറഞ്ഞാൽ വൃത്തികളുള്ള കാലമല്ല ഉദ്ദേശിക്കുന്ന 41 ദിവസം, തെറ്റിദ്ധരിക്കരുത്. ആ വ്രത പരിസമാപ്തിയിലാണ് ഈ ലജ്ജ എന്നുള്ള വികാരത്തിന് ഉപരി സന്യാസം എന്നുള്ള ദീക്ഷാ ചടങ്ങ് അവിടെ ഭഗവാൻ ചെയ്തത്. എന്നിട്ടാ പറഞ്ഞത്, ഇനി നമുക്ക് രാസലീലയാവാം. എന്താ രാസലീല? രസോ വൈ ബ്രഹ്മ തസ്യഭാവോ രാസം തദ്വീര രാസലീല. ഇത് മനസ്സിലാക്കാണ്ട് നിന്ദിക്കാൻ നടന്നു. അവിടെ അല്പം സമയക്കുറവ് ഇപ്പുറത്ത് കാണിച്ചിരുന്നുവെങ്കിൽ അത് സ്നേഹസംവാദം അല്ലായിരുന്നു. ആകുക വേറെ പലതും ആകുകയായിരുന്നു, അറിയാത്തോണ്ടല്ല. പക്ഷേ സ്നേഹം എന്നും പറഞ്ഞ് വിദ്വേഷം പരത്തുന്ന രൂപത്തിലായി പോകരുത്. ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവരുത്. അപ്രകരണത്തിലുള്ള ഉദാഹരണം വരുമ്പോ അത് വിഷമമായി തീരും. ഇത് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദൃഷ്ടിയിലാണ് ഉപാസനകളൊക്കെ വിധിച്ചത്. മാർഗതലത്തിലാണ്, ലക്ഷ്യതലത്തിലല്ല.
ലക്ഷ്യതലത്തിൽ ഉപാസനയില്ല. കാരണം സ്വയമേവ ഈശ്വര സ്വരൂപനാണെന്ന് സാക്ഷാത്കരിച്ച ഒരു മഹാവ്യക്തിക്ക് നൈവ സത്യകൃതേനാർത്ഥോ നാ കൃതേനേഹ കശ്ചന നജാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. ഇത് മനസ്സിലാക്കാൻ പുസ്തക പഠനം കൊണ്ട് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ശിഷ്യന്മാരോട് ഉപദേശം കൊണ്ട് ഗുരു കൃതാർത്ഥനാവാത്തത്. മറിച്ച് തപസ് ചെയ്യൂ, ഉപാസന ചെയ്യൂ എന്ന് ആവർത്തിച്ച് പ്രേരിപ്പിക്കും. വീണ്ടും സംശയം ചോദിക്കാൻ പ്രേരിപ്പിക്കും, അതിന് മറുപടി പറയും, വീണ്ടും ഉപാസന വിധിക്കും. അങ്ങനെ ബഹുമാര ശ്രവണം കൊണ്ടും ഉപാസന കൊണ്ടുമാണ് സൂക്ഷ്മ തത്വങ്ങളെ അറിയുന്നത്. സ്ഥൂല ബുദ്ധിക്ക് അറിയാനൊക്കില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊരാചാര പദ്ധതിയിലാണോ അതിൽ ജീവിക്കുക. പക്ഷേ ആചാര്യം പറഞ്ഞ് ഉപാസന ചെയ്യാം. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണോ എങ്കിൽ ആചാര്യൻ നിർദ്ദേശിച്ച പ്രകാരം കൃത്യമായി നമസ്കാര ക്രിയകളെ ചെയ്യുക, കൃത്യമായി ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളെ ചെയ്യുക എന്ന ഉയർച്ച ഉണ്ടാവും, സംശയമില്ല. അതുപോലെ ഏത് ദേശത്ത് ഏത് കാലത്ത് ഏതാചാര്യൻ ഉപദേശിക്കുന്നുണ്ടോ അതിലെ നല്ല അംശങ്ങളെ സ്വീകരിക്കാനും അനുഷ്ഠിക്കാനുള്ള സന്നദ്ധതയും അനുഷ്ഠിക്കുന്നതിന് അനുഭാവപൂർവ്വം കാണാനും. എനിക്ക് മനസ്സിലാവാത്തതായതുകൊണ്ട് അസംബന്ധമെന്നല്ല, എനിക്കറിയാത്തത് കൊണ്ട് അസംബന്ധമെന്നല്ല. ആ സ്ഥലം അയാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ആവട്ടെ, ഒരു വിരോധവുമില്ല. പക്ഷേ അതിലൂടെ എന്ത് പരിവർത്തനം സംഭവിക്കുന്നു, വ്യക്തിയിൽ എന്തൊരു സംസ്കാരം സംഭവിക്കുന്നു, അതാണ് വിലയിരുത്തപ്പെടേണ്ടത്. മനസ്സിലാക്കുക. അതുകൊണ്ട് ഉപാധിയുക്തങ്ങളായ ദേഹങ്ങളെ തിരിച്ചറിയുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയേണ്ടപ്പോൾ തിരിച്ചറിഞ്ഞോളൂ. അതിന് സൂക്ഷ്മ ദൃഷ്ടി സമ്പാദിക്കുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. ഒരാൾ തിരിച്ചറിയാണ്ട് ഉപാസിക്കുന്നുണ്ടല്ലോ, തിരിച്ചറിയാണ്ട് കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിലോ എന്തിനെ ഉപാസിച്ചാലും ഉയർച്ച ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാൾ ഇസ്ലാം മതമാണെന്ന് പറയുന്നു, ഞാൻ ഇസ്ലാം വിശ്വാസിയാണ്, ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിമാന്ന് പറയുന്ന എല്ലാവരും എല്ലാ തലത്തിലും ഉയർന്നു എന്നാ പറയണത്? ഒരിക്കലുമല്ല. ഞാനൊരു ഹിന്ദു എന്നൊരാൾ പറയുന്നു, അതുകൊണ്ട് ഹിന്ദു എല്ലാവരും ഉയർന്നു എന്നാ പറയണത്? അല്ല. ഞാനൊരു ക്രിസ്ത്യൻ എന്ന് പറയുന്നു, അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യനും ഉയർന്നു എന്നാ പറയണത്? അല്ല. സമൂഹത്തിൽ നിറയുള്ളവരും നിറകെട്ടവരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രന്ഥത്തിന്റെയോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു വാക്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. ഉപാസന കൊണ്ട് എന്ത് പരിവർത്തനം ഒരു വ്യക്തിക്ക് വരുന്നു, എന്ത് വിശാലത വരുന്നു, എന്ത് അഗാധത വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ആരെന്തിനെ ഉപാസിക്കുകയാണെങ്കിലും ഉപാസനയിലൂടെ ശുദ്ധി കൈവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നാം അംഗീകരിക്കും. അല്ല കുടുങ്ങിപ്പോവാണോ എങ്കിൽ അംഗീകരിക്കില്ല. അപ്പൊ അവർ കുടുങ്ങിപ്പോയാൽ തെറ്റല്ലേ? ഒരിക്കലും ഇല്ല. അവര് സത്യത്തെ ബോധിക്കും, ആ സത്യബോധനത്തിലൂടെ ഉയരാൻ കഴിയും. മനസ്സിലാക്കുക. ഇവിടെ സ്വാമിജി സൂചിപ്പിച്ച രീതിയിൽ സംവാദത്തിന്റെ ഒരു സ്നേഹസംവാദം, ഉദ്ദേശം പ്രചരിപ്പിക്കുന്ന സംവാദമായി തീർന്ന അവസ്ഥ ഇവിടെ പറഞ്ഞു. ഇവിടെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് ഈശാവാസ്യത്തിന്റെ 12-ാമത്തെ വചനം, അതേപോലെ തന്നെ യജുർവേദത്തിന്റെ 40-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വചനം. ഇത് ഞാൻ എന്റെ ഒരു തെളിവിൽ ഇവിടെ ഉദ്ധരിച്ചതല്ല. ഞാൻ നേരത്തെ ചോദ്യത്തിന് സംസാരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി ഈ വചനത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയെ വിമർശിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഏക കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ദയാനന്ദ സരസ്വതി തന്റെ ദർശാർത്ഥ പ്രകാശത്തിലെ 11-ാമത്തെ സമുല്ലാസത്തിൽ ഈ വചനം അടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അല്പ സംസ്കൃതജ്ഞാനം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വ്യാഖ്യാന ക്രിയകളെ കൊണ്ടോ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതല്ല, മറിച്ച് കൃത്യമായി ആചാര്യന്മാർ ആ വീക്ഷണവും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി തന്നെ ഞാനിവിടെ സൂചിപ്പിച്ചു, കർത്താവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അറിയിക്കുന്നത് എന്ന ഇസ്ലാമികമായ വീക്ഷണം. ഞാൻ പറഞ്ഞു ഇവിടേക്ക് ഭാരതത്തിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏതുപോലെ പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ച സ്നേഹസംവാദം പ്രശ്നവും ഉണ്ടാക്കുന്നതിനുള്ള സംവാദമായി തീരുമെന്നതിന് ഉദാഹരണമായി സൂചിപ്പിച്ച സംഭവം. അവിടെ ആരായിരുന്നാലും അത് പറഞ്ഞ വ്യക്തിക്ക് ശ്രീകൃഷ്ണനെയോ പുരാണങ്ങളിലെയോ പുരാണ തത്വത്തെ അറിയില്ല എന്ന് സ്വാമി ഇവിടെ സ്ഥാപിച്ചു. അയാൾക്ക് പരിശുദ്ധ ഖുർആനും അറിയില്ല എന്നാണ് ഞാൻ പറയുക. പരിശുദ്ധ ഖുർആനിലെ കൃത്യമായ വ്യക്തമായ നിർദ്ദേശമുണ്ട് മുസ്ലിങ്ങളോട്. പല കസുബുല്ലദീന യദഊനമില്ല. പടച്ച തമ്പുരാൻ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാളെയും അതാര് തന്നെയാകട്ടെ അയാൾ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കരുത്, അയാളെ ചീത്ത പറയരുത്. കാരണം ആരാധനാ സ്വാതന്ത്ര്യമല്ല അവർക്കുമുള്ളത്. അവർക്ക് സ്വാഭാവികമായി തന്നെ അവർക്ക് ആരാധ്യ പുരുഷന്മാരെ കുറിച്ച് ഉന്നതമായ വിചാരങ്ങൾ ഉണ്ടാകും.
ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാതാ അമൃതാനന്ദമയെയും ശ്രീ സത്യസായി ബാബയെയും എല്ലാം കുറിച്ച് ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നല്ലാതെ അവരെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ആളുകളുടെ വചനങ്ങളോ ആളുകളുടെ ഉദ്ധരണികളോ ഉദ്ധരിക്കാതിരിക്കുന്നത് കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ബഹുജനങ്ങൾ, ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ, സഹോദരന്മാർ ഇവിടെയുണ്ട്. അവരാരുടെ ആരാധ്യ പുരുഷന്മാരും ആരാധ്യ ദേവതകളും എന്നുള്ള നിരക്ക് തന്നെ അവയെ ഒരിക്കലും നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ശരിയല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ആ കാര്യം സൂചിപ്പിച്ചത്. അത് ആ സംവാദത്തിൽ ഏർപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തെയും തിരിഞ്ഞിട്ടില്ല. സ്വാമിജി സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരിക്കാം. സ്വാഭാവികമായി തന്നെ പുരാണങ്ങളിലെ പല കാര്യങ്ങളും ഇതേപോലെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്, പല തലങ്ങളിലും പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും. പക്ഷേ അതിന് വിമർശനങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരു ആരാധ്യ പുരുഷനെ ചിത്ത പറഞ്ഞുകൊണ്ടായിക്കൂടാ, താത്വികമായ തലത്തിലെ ആകാവൂ എന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. പിന്നീടുള്ള അവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രമാണത്തിന്റെ പ്രശ്നമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈയക്തികമായ പ്രമാണങ്ങളാണോ അതല്ല നാം പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്താണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികമായി ഉള്ള വീക്ഷണം, അവിടെ പ്രമാണം സ്വയം തന്നെ സമ്പൂർണ്ണമായിരിക്കണമെന്നും ആ പ്രമാണത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആദർശമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുമാണ് ഇസ്ലാമികമായ വീക്ഷണമാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായി തന്നെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ ഈ ഉപാസനകളിലൂടെ അല്ലെങ്കിൽ വ്യക്തിഉപാസനയിലൂടെ പിന്നീട് ഉയർന്നുകൊണ്ടാണ് പോകേണ്ടത് ഇതെന്ന വീക്ഷണം ഉണ്ടാകാം. ആ വീക്ഷണ പ്രകാരം പോലും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉയരേണ്ടത്, എങ്ങനെ ഉയരണം, അങ്ങനെ ഉയർന്നിട്ടുണ്ടോ അല്ലേ എന്ന് സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ മനുഷ്യ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രത്യക്ഷപ്പെടുന്നു. അവർ കുറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നല്ല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നവ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അവരിലെ ദിവ്യാംശം അളക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവരിൽ ദൈവികതയുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേവലം ദയാനന്ദ സരസ്വതി സ്വാമികൾ മാത്രമല്ല, പലപ്പോഴും മലയാളത്തിൽ തന്നെ നമുക്ക് പരിചയമുള്ള, മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നരേന്ദ്രഭൂഷൺ ആർക്കനാഥം ഒരു മാസികയുടെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബൃഹദാരണ്യകോപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഒന്നാം അധ്യായത്തിലെ 4-ാം ബ്രാഹ്മണത്തിന്റെ 10-ാമത്തെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ അന്യദേവതകളെ സൃഷ്ടികർത്താവായ തമ്പുരാനെ ഒഴിച്ചുള്ളവരെ ആരാധിക്കുന്നവരെ മൃഗങ്ങളോടാണ് ബൃഹദാരണ്യകോപനിഷത്ത് താരതമ്യം ചെയ്തിട്ടുള്ളത് എന്നാണ്. ഞാനിത് ബൃഹദാരണ്യകത്തെ എന്റെ വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കുകയല്ല. ഹൈന്ദവ ദർശനത്തെ അംഗീകരിക്കുന്ന ബഹുമാന്യനായ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ആ ദർശനത്തിന്റെ അടിസ്ഥാന തലങ്ങളിലെ നിരുക്തവും പ്രകരണവും എല്ലാം പ്രകാരത്തിന് മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെ ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് ശരിയല്ല എന്ന് വാദിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ വസ്തുത കൂടി നമ്മുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രമേയുള്ളൂ. ഇസ്ലാം പറയുന്നത് അതാണ് അടിസ്ഥാനപരമായി സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രം ആരാധിക്കപ്പെടുക. അതല്ലാതെ കേവല വിഗ്രഹ പൂജയെ അല്ല ഇസ്ലാം എതിർക്കുന്നത്. വിഗ്രഹം എന്നത് വിഗ്രഹപൂജ എന്നുള്ളതല്ല. വിഗ്രഹത്തിന് പിന്നിൽ ആരാകട്ടെ, അത് വിഗ്രഹ പൂജയായിരുന്നാലും ശവകുടീര ആരാധനയായിരുന്നാലും ഏത് രൂപത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളായിരുന്നാലും ഇസ്ലാം വിമർശിക്കുന്നു, ഇസ്ലാം എതിർക്കുന്നു. സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് പറയുന്നു. അവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ കേവലം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളെല്ലാം മുസ്ലിങ്ങളായിക്കൊള്ളുന്നില്ല, ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാം ഹിന്ദുക്കളായിക്കൊള്ളുന്നില്ല. അതിനാണ് എന്താണ് മുസ്ലിം എന്നറിയാൻ, എന്താണ് ഇസ്ലാം അറിയാൻ പ്രമാണം നോക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രമാണം പ്രസക്തമാകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംവാദത്തിൽ വിപരീതാർത്ഥത്തിൽ പ്രസംഗിച്ചതിനെ ഇസ്ലാമിക വിധം അനുസരിച്ച് അംഗീകരിക്കുന്നില്ല എന്നുള്ള വാർത്ത കേട്ടതിൽ വളരെ വളരെ സന്തോഷം. ആ രൂപത്തിലാവുമ്പോൾ എല്ലാത്തിന്റെയും നല്ല അംശങ്ങളെ മനസ്സിലാക്കാൻ ഒരു കഴിവ് സമൂഹത്തിനുണ്ടാവും. പക്ഷെ നമ്മൾ വേണ്ടത് ഇത്തരം വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ചെയ്യുന്നവര് സമൂഹത്തെ വിഘടിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതുപോലുള്ള വേദികളിലും അതുപോലെ എല്ലാ മാധ്യമങ്ങളിലും അത്തരം വ്യാഖ്യാനങ്ങൾ ഇന്ന് സമൂഹത്തിൽ പടരുന്നത് അനിസ്ലാമികമാണെന്ന് പറയാൻ തന്നെ കാണിക്കണം. അതിവിടെ പറയപ്പെട്ടു. വളരെ വളരെ സന്തോഷം. ആ ആർജവത്തെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നു. അതുണ്ടായിരിക്കണം. പക്ഷെ അത് കാണുന്നില്ലെന്നല്ല, അന്ന് ആ വേദിയിൽ ഇരിക്കുന്ന ഒരു മുഴുവൻ കൈയടിക്കുക ചെയ്തത്. ഇത് പറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കുക. അത് എത്രമാത്രം വികാരത്തെ ഇളക്കി വിട്ടുകൊണ്ടാണോ ഇന്ന് ഇസ്ലാമികം എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനമാണ് ഇന്ന് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉപാസനയെ സംബന്ധിച്ച് കൂടുതൽ ഒന്നുമല്ല, ഉപാസന മാർഗതലത്തിലാണെന്നും അത് മാർഗതലത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതോടുകൂടി അവിടെ ഉപാസന എന്നുള്ളത് പോയി ഉപാസ്യ അഭേദ ജ്ഞാനം, അതാണ് പരമമായ ആത്മവിജ്ഞാനം, മോക്ഷം എന്നുള്ളത്. അതിലേക്ക് മനുഷ്യൻ ഉയരുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക. പിന്നെ ദയാനന്ദ സരസ്വതി എന്നല്ല, ഏതൊരു മഹാത്മാവും
പറഞ്ഞ നല്ല ആശയങ്ങളെ നാം സ്വീകരിക്കൂ. നൈകോ ഋഷി യസ്യ വച പ്രമാണം എന്നുള്ളത് തന്നെയാണ് പ്രമാണം. അപ്പൊ പിന്നെ ഏതിനെ പ്രമാണമായി സ്വീകരിക്കും? അവിടെയാണ് നേരത്തെ പറഞ്ഞ ശ്രൗത ബുദ്ധി എന്നൊരു വാക്ക് നേരത്തെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, മതം എന്നാൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയല്ല, അഥവാ ആധ്യാത്മിക തത്വചിന്ത എന്നാൽ കേവലം അത് ബുദ്ധി വ്യാപാരമല്ല. അത് കേവലം അനുഭവത്തിൽ കൂടെ മാത്രം അറിയേണ്ടതാണ്. അങ്ങനെ അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ് ധ്യാനനിഷ്ഠന്മാരായി സത്യത്തെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളൊക്കെ. ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ് സത്യദർശനം നേടിയ, ലോകത്തെ പ്രകാശം നൽകിയ മഹാത്മാക്കളൊക്കെ. ആ വസ്തുത നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുന്ന സമയത്ത് ഓരോ വ്യക്തിയും ഏതു തലത്തിൽ ഓരോന്ന് ഉപദേശിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദയാനന്ദ സരസ്വതി സ്വാമികളുടെ വ്യാഖ്യാനത്തിലെ മൊത്തം ശ്രുതിക്ക് അനുസരിച്ച, ശ്രുതിയാണ് പരമപ്രമാണമായിട്ട് ഹിന്ദു പറയുക. ശ്രുതി എന്ന് പറഞ്ഞാൽ പുസ്തകമല്ലെന്നറിയുക. ഉദാഹരണം, ഭഗവത്ഗീതയെ ആചാര്യസ്വാമികൾ സ്മൃതി എന്ന പട്ടികയിലാപ്പെടുത്തുക. കാരണം അത് മഹാഭാരതത്തിന്റെ ഭാഗമായതുകൊണ്ട്. എന്നാൽ അതിന്റെ ആശയങ്ങളില് ഏത് ശ്രുതിയുടെ കേവലമായ വ്യാഖ്യാന രൂപമാണോ അതിനെ നമ്മൾ ശ്രുതി അംശമായിട്ട് എടുക്കും. അതേ ഗീതയില് ഏത് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന ഉപദേശങ്ങളുണ്ടോ അവയെ സ്മൃതി അംശമായിട്ട് എടുക്കും. ഈ ഒരു ദൃഷ്ടിയോടുകൂടി വേണം ഏത് ആചാര്യൻ ഉപദേശിച്ച ആശയത്തെയും പഠിക്കാൻ. ആചാര്യന്മാരിലൂടെ, വ്യക്തികളിലൂടെ ആവിഷ്കരിക്കപ്പെടുമ്പോ ഉണ്ടാവുന്ന ദേശകാലീനങ്ങളായിരിക്കുന്ന ഭേദങ്ങളെ മൈനസ് ചെയ്യണം. ശ്രദ്ധിക്കുക, ലക്ഷ്യത്തെ അറിയാതെ കേവലം മാർഗത്തിൽ കുടുങ്ങി പോകുന്നവരെ ഒന്നുയർത്താൻ വേണ്ടി ആചാര്യൻ പലപ്പോഴും ആ മാർഗത്തെ നിന്ദിച്ച് പറഞ്ഞു എന്ന് വരും. യാതൊരു സംശയവുമില്ല. അങ്ങനെ ആവിർഭവിച്ച ഒരു പ്രസ്ഥാനമാണ് ആര്യസമാജം. നല്ല ഉദ്ദേശത്തോടുകൂടി ശരിയായ വൈദിക ജ്ഞാനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പ്രസ്ഥാനമാണ്. പക്ഷെ അതേ സമയത്ത് അതിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് എങ്ങനെ പരിവർത്തനം വരുന്നു എന്നുള്ളൊരു ദൃഷ്ടാന്തം പറയാം. ഇവിടെ നരേന്ദ്രഭൂഷണന്റെ ബൃഹദാരണ്യോപനിഷത്ത് ഉദ്ധരിക്കപ്പെട്ടു. അവിടെ സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാനുള്ള വാക്കയിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതിന്റെ പുസ്തകം കാണണം, ഉണ്ടാവില്ല. അതിനെ പ്രഭാഷകന്റെ വക കൂട്ടി വന്നതാണ്. ദോഷ ഉദ്ദേശത്തിലല്ല കൂട്ടി വന്നത്, നല്ല ഉദ്ദേശത്തില. ആ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈശ്വരൻ സമസ്ത ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തി വൈഭവമാണെന്നുള്ള വീക്ഷണം ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോ ഈശ്വര സംജ്ഞ വരുമോ അപ്പോ ഈ സൃഷ്ടികർത്താവായ, അല്ലെങ്കിൽ നമ്മളെല്ലാം പടച്ചുണ്ടാക്കി അവിടെ നമ്പുരാൻ വരും. അത് ദോഷമല്ല. പക്ഷെ നരേന്ദ്രഭൂഷൺ അത് എഴുതിയിട്ടില്ല, എഴുതില്ല. എഴുതിയാൽ അദ്ദേഹം വേദബാഹ്യനാണെന്ന് വരും. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രഭൂഷൺ അല്പജ്ഞനല്ല, വേദത്തെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അയാളുടെ രചനയിൽ ഏക ഈശ്വരൻ, ഏകമായ പരമാത്മാ, ഏകമായ പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാൻ ഒരു വാക്ക് കാണില്ല. ഇത് ദോഷാർത്ഥത്തിലല്ല പറയുന്നത്. ഇങ്ങനെയാണ് വ്യക്തികളിലൂടെ വരുമ്പോ ആശയത്തിൽ ചേർച്ചയും കുറവും വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞാലും വരും, എക്സ് പറഞ്ഞാലും വരും, വൈ പറഞ്ഞാലും വരും, ആര് പറഞ്ഞാലും വൈയക്തികമായ ഭേദങ്ങൾ വരും. അവയെ നീക്കാൻ സാധിക്കും ശ്രൗതബുദ്ധി ആർജിച്ച ആൾക്ക്, അല്ലാത്ത ആൾക്ക് സാധിക്കില്ല. ഇത് മനസ്സിലാക്കുക. വിഗ്രഹാരാധന, വ്യക്തിപൂജ, അതേമാതിരി ബഹുദൈവ വിശ്വാസം, ഇതൊക്കെ തെറ്റാണെന്നും ഏകദൈവ വിശ്വാസം മാത്രമേ ശരി ഉള്ളൂ എന്നുള്ളതാണല്ലോ നേരത്തെ പറയുന്നത്. അപ്പോ ഈ ഇതില് ഇന്ത്യയിൽ തന്നെ, അതായത് ഭാരതത്തില് എത്രയോ മുമ്പ് തന്നെ ഇവിടെ ഏകദൈവ വിശ്വാസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നും അക്ബർക്കാരോട് പറയുമ്പോൾ പ്രസംഗിക്കുന്നില്ല. അത് സംബന്ധിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുന്നത്. ഇവിടെ വിഗ്രഹാരാധനയെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോ മക്കയിലുള്ള മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാബ എന്ന് പറയുന്ന സ്ഥലം. അതിനകത്ത് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കറുത്ത കല്ലുണ്ട്, ബ്ലാക്ക് സ്റ്റോൺ. ആ കല്ലിനെ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അടുത്തെത്തുന്ന ആൾ മുത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തുമ്പോൾ അതിനെ വണങ്ങുന്നൊരു സമ്പ്രദായം നമുക്ക് ഇന്ത്യയിൽ കാണാം. അറിയുന്ന ആൾക്കാർ ചോദിച്ചപ്പോൾ അത് പറയേണ്ടായിരുന്നു. ആ ഒരു കറുത്ത കല്ലാണ്. ആ കല്ലിനെ ആരാധിക്കുന്നതും ആ മുട്ടുന്നതും തെറ്റാണ് ഉണ്ടെങ്കിൽ, തെറ്റല്ല എന്നുണ്ടെങ്കിൽ അതും ഒരുതരം വിഗ്രഹാരാധനയല്ലേ. തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ വിലക്കപ്പെടേണ്ടതല്ലേ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ നമ്മളിപ്പോൾ വിഗ്രഹങ്ങൾ കുത്തിവെക്കാറുണ്ട്, പല രൂപത്തിൽ, ആളെ രൂപത്തിലൊക്കെ കുത്തിവെക്കും. അപ്പൊ അത് ദൈവം ഒരു ഏകനാണെന്ന് പറയുന്നു. ദൈവത്തിന് നമുക്കറിയാം പ്രപഞ്ചത്തിൽ അറിയപ്പെടാത്തൊരു ശക്തിയാണ് ദൈവം. അത് രൂപമല്ല, മറ്റെല്ലാം പലതിലും പറയുന്നുണ്ട്. നമ്മളെ തന്നെ പറയുന്നത് തത്വമസി എന്ന് പറയുന്നപ്പോൾ സ്വാമിജിക്കാൻ കൂടുതൽ പറയേണ്ട നേരം. അപ്പോ അതിന് രൂപമല്ല എന്ന് പറഞ്ഞു, ആ വിഗ്രഹത്തിന്റെ ഇതേമാതിരി എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പറയുന്നു, വ്യക്തമായിട്ടും പറയുന്നുണ്ട്, അവൻ പരമകാരുണികനും ദയാലുവുമാണെന്നുള്ളത് പല സ്ഥലത്തും അവൻ 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 എന്ന് പറയുന്നത്. ഈ അവൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ പ്രയോഗമാണ്, ആണാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോ ഈ ഇതുള്ള ഒരു ആളെ കാണാൻ കഴിയാത്ത ഒരു ശക്തി എന്തുകൊണ്ട് അവൻ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പദമില്ല, പദം അവിടുന്ന് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ. എത്രയോ പദങ്ങൾ ഖുർആനിൽ നഷ്ട ചെയ്തായിട്ടുണ്ട്.
ദൈവികമായിട്ടുള്ള ഖുർആൻ ആ വചനങ്ങളിൽ എത്ര ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, അതേ കൂട്ടത്തിൽ ഇതും ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദുർബലപ്പെടുത്തേണ്ടതല്ലേ ആണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടുത്തെ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് കഅബയിലെയും അതേപോലെ തന്നെ അവിടുത്തെ ഹജറുൽ അസ്വദിനെയും മുസ്ലിങ്ങൾ ആരാധിക്കുന്നില്ലേ? തീർച്ചയായും അവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ആരാധിക്കുന്നില്ല എന്ന്. കാരണം ഇസ്ലാം വളരെ കൃത്യമായി തന്നെ സൃഷ്ടികർത്താവായ തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ സ്വാമിജി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒരു ബന്ധപ്പെട്ടോട് പറയണം. നരേന്ദ്രഭൂഷൺ പരിഭാഷപ്പെടുത്തിയ ഈ സത്യാർത്ഥ പ്രകാശത്തിൽ അദ്ദേഹം മറ്റേ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം പരിഭാഷപ്പെടുത്തിയ നരേന്ദ്രഭൂഷണാണ്. അതിലൊരു സബ്ഹെഡിങ് തന്നെ ഉണ്ട്, സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോ പിന്നെ അത് പരപരമായിട്ട് ട്രാൻസ്ലേഷനിൽ വന്നതാണോ, അദ്ദേഹം നരേന്ദ്രഭൂഷന്റേതാണോ, അതല്ല ഇദ്ദേഹത്തെ സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലുണ്ട് എന്ന് സൂചിപ്പിക്കും. അപ്പോ ഈ കർത്താവായ തമ്പുരാൻ മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ജീവിതചര്യ എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ അനുധാവനം ചെയ്യേണ്ടതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യ ഒരുപാട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിങ്ങൾ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന ആരാധിക്കുന്നത് കഅബാലയത്തിന്റെ നേരത്താണ്. അഥവാ നമസ്കാരം 5 നേരത്തെ നമസ്കാരം കഅബാലയത്തിനോടാണ്, കഅബാലയത്തെ തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ കഅബാലയത്തെ ആരാധിക്കുകയോ അതിന് ദിവ്യമായ എന്തെങ്കിലും പരിവേഷപ്പെടുമെന്ന് വിചാരിക്കുകയോ അതിൽ ദൈവികതയുണ്ട് എന്ന് കരുതുകയോ അതിൽ ഒരു ദിവ്യ പ്രവേശമുണ്ട് എന്ന് കരുതുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിലെ ആരാധനകളെല്ലാം എന്താണ്? സമൂഹ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ആരാധനകൾ ഇസ്ലാമിക സമൂഹ സങ്കല്പം ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന സങ്കല്പമാണ്. സൃഷ്ടികർത്താവായ ഏകനായ തമ്പുരാൻ അവനെ ആരാധിക്കുന്ന അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന മനുഷ്യ സമൂഹം എന്നുള്ള സങ്കല്പം. അവിടെ ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ യാതൊരു രീതിയിലുമുള്ള എന്തെങ്കിലും ജന്മത്തിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലുള്ള ഒരു ഉച്ചനീചത്വങ്ങളും കൽപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം. അവിടെ ഈ ആരാധന രീതികളെല്ലാം സമൂഹ പ്രധാനമാണ്, പ്രധാനപ്പെട്ട ആരാധനകളല്ല. സമൂഹ പ്രധാനമാകുമ്പോൾ ഒരു നേതാവിന്റെ കീഴിൽ സമൂഹം നടത്തുന്ന പണിയായികൾ നടത്തുന്ന അല്ലെങ്കിൽ നേതാവിന് പിന്നിൽ നിൽക്കുന്നവർ നടത്തുന്ന ഉപാസനാ രീതിയാണ്, ആരാധനാ രീതിയാണ്. അവിടെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിയുവാൻ കൃത്യമായി കൽപ്പിക്കപ്പെടണം. കാരണം ഉപാസനയുടെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, ജീവിതത്തിലെ മറ്റ് ധാർമ്മിക വിഷയങ്ങളിൽ എന്നതുപോലെ കൃത്യമായ ദൈവിക മാർഗദർശനം വേണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിയപ്പെടണം. അങ്ങനെ തിരിയപ്പെടാൻ തിരിഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹമായ ആരാധനാ രീതി നടക്കില്ല. ഒരാൾ ഒരു തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും ഒരാൾ കിഴക്കോട്ടും നിന്നിട്ട് ഉപാസന നടക്കുമ്പോൾ ഒരു അധ്യക്ഷന്റെ ഒരു നേതാവിന്റെ ഒരു നേതൃത്വത്തിന്റെ കീഴിലുള്ള സമൂഹ പ്രധാനമായ ഉപാസനാ രീതി നടക്കുകയില്ല, ആരാധനാ രീതി നടക്കുകയില്ല. ഉപാസന എന്നുള്ള പദത്തെക്കുറിച്ച് സ്വാമിജി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ കൃത്യമായ പദം എന്നുള്ള ആൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ആരാധന എന്ന് തന്നെ. ആരാധന സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ആരാധന നിർവഹിച്ചേ പറ്റൂ. അവിടെ ഇസ്ലാം തെരഞ്ഞെടുത്തത് സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം. അത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബാലയം. ആ ഭവനത്തെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം സാഷ്ടാംഗം നമിക്കുവാൻ വേണ്ടി അതിന്റെ നേരെ തിരിയുവാൻ മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആരാധിക്കുന്നത് പലപ്പോഴും ഭൂമിയിലാണ് നമ്മൾ സാഷ്ടാംഗം നമിക്കുന്നത്, അതുകൊണ്ട് ഭൂമിയല്ല ആരാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് കഅബാലയത്തോടാണ്, അതുകൊണ്ട് കഅബാലയത്തെ അല്ല ആരാധിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ സമൂഹ സങ്കല്പം ഞാൻ പറഞ്ഞില്ല, ഏകനായ സൃഷ്ടാവിൽ ഹൃദയം മുഴുവനും ഏകദാനമാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സമൂഹ സങ്കല്പം. മുസ്ലിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന വശത്തോട്ട് എല്ലാവരും നടന്നുപോയാൽ ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടും. അത് ആചാരപരമായി തന്നെ ഏകനായ സൃഷ്ടാവിൽ കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അവിടെ ഏകനായ സൃഷ്ടാവിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആ കേന്ദ്രം ഏത് കേന്ദ്രമായിരുന്നാലും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. പക്ഷെ കൃത്യമായി നിയതമായി നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾക്ക് വ്യക്തമായ മാർഗദർശനം ആവശ്യമുണ്ട്. ആ മാർഗദർശനമാണ് അവിടെ കാണുക. ധർമ്മം കൊടുക്കാൻ ഖുർആൻ കൽപ്പിച്ചപ്പോ ആ ധർമ്മം എങ്ങനെ എത്ര ശതമാനം കൊടുക്കണമെന്ന് കൃത്യമായ മാർഗദർശനം നൽകി. ധർമ്മം എന്ന് പറയുമ്പോൾ നിർബന്ധ ദാനമുണ്ടല്ലാത്തതുണ്ട്, നിർബന്ധ ദാനത്തിന്റെ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം നൽകി. ഇതേപോലെ തന്നെ നമ്മൾ ഉപാസനയുടെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം അവിടെ ഏകനായ കർത്താവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി
നിർമ്മിക്കപ്പെട്ട സ്ഥലം എന്നുള്ള നിലക്ക് ആണ് ഇവിടെ ഹറമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അവിടെയുള്ള സൂചിപ്പിക്കപ്പെട്ട ഹജറുൽ അസ്വദും. ഹജറുൽ അസ്വദിനെ മുത്തുന്ന സമയത്ത് മഹാനായ ഖലീഫ ഉമർ പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് മാർഗദർശനമാണ്. അവരുടെ രംഗത്ത് വളരെ കൃത്യമായി പറഞ്ഞു, നീനക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. ഞാൻ നിന്നെ മുത്തുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന ഏക കാരണത്താലാണ്. പ്രവാചകന്റെ ചര്യ പിൻപറ്റുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിലനിർത്തിയ ഒരു ശിലയെ നിലനിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജില് അവിടെ കൈവെക്കുന്നതും മുത്തുന്നതുമെല്ലാം ഹജ്ജിലെ കർമ്മത്തിന്റെ ഭാഗമായി എത്ര തവണ ചുറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. അവിടെ എത്ര തവണയാണ് പ്രദക്ഷിണം വെച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഉള്ള ഒരു കർമ്മമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ അതിന് എന്തെങ്കിലും വിഗ്രഹത്തിന്റെ സ്വഭാവ സവിശേഷതകളോ എന്തെങ്കിലും ആരാധനാപരമായ സവിശേഷതകളോ അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും കഴിവുകളോ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വിഗ്രഹാരാധനയുമായി ബന്ധമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവൻ എന്നുള്ള പ്രയോഗമാണ് സുഹൃത്തിന്റെ മറ്റൊരു ചോദ്യം. അറബി ഭാഷയിൽ ഹുവ, ഹു എന്നീ പദപ്രയോഗങ്ങളുണ്ട്, അഥവാ പ്രോനൗണുകളുണ്ട്. ഈ പ്രോനൗണുകൾ അത് ഹുവ, ഹു എന്നീ പ്രോനൗണുകളും അതേപോലെ തന്നെ ഹിയ, ഹായ് തുടങ്ങിയ പ്രോനൗണുകളുണ്ട്. ഇവിടെ നപുംസക ലിംഗത്തെ കുറിക്കുവാൻ വേണ്ടി ലിംഗ വ്യക്തമല്ലാത്ത നപുംസക ലിംഗം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതിനർത്ഥം നപുംസകം എന്നല്ല അർത്ഥത്തിലല്ല, നപുംസക ലിംഗത്തെ കുറിക്കാനുള്ള അറബിയിലുള്ള പദമാണ് ഹുവ, ഹു എന്നീ പദങ്ങൾ. അവിടെ അത് എന്ന പ്രയോഗത്തെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നില്ല. കാരണം സൃഷ്ടാവായ തമ്പുരാൻ ചേതനയുള്ളതാണ് എന്നും അതേപോലെ തന്നെ സൃഷ്ടാവായ തമ്പുരാന് ഗുണവിശേഷണങ്ങളുണ്ട് എന്നും അതേപോലെ തന്നെ സൃഷ്ടാവായ തമ്പുരാൻ അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നും എല്ലാമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേതനയില്ലാത്ത പദപ്രയോഗമായ അത് എന്ന പദപ്രയോഗം ഖുർആൻ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഖുർആനിൽ ഹിയ എന്നോ ഹ എന്നോ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ സൃഷ്ടാവായ തമ്പുരാൻ അവൾ ആണ് എന്ന് വരുമായിരുന്നു, സ്ത്രീലിംഗമുള്ളതാണ് എന്ന് വരുമായിരുന്നു. എന്നാൽ ഖുർആനിൽ ഹുവ എന്നും ഹു എന്നും പ്രയോഗിച്ചിട്ടുള്ളത് അവനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ പറ്റൂ. മലയാളത്തിന്റെയും ഭാഷയുടെ പരിമിതി മാത്രമാണത്. അവിടെ അവൻ എന്നുള്ളത് കൊണ്ട് അവന് പുരുഷലിംഗമുണ്ട് എന്നോ പുരുഷരൂപമാണ് എന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല. അത് ലിംഗരഹിതമായ അതല്ലെങ്കിൽ നപുംസക ലിംഗത്തെ കൂടി കുറിക്കാനുള്ള അറബിയിലെ പരാമർശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ പ്രത്യേകമായ രൂപഭാവങ്ങൾ നമ്മുടേതായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രൂപഭാവങ്ങൾ കൽപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ സങ്കല്പിക്കുന്ന, നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ താരതമ്യപ്പെടുത്തുന്ന ഒന്നുമായും യാതൊരു സാദൃശ്യവും ഇല്ലാത്തവരാണവർ. നമുക്ക് താരതമ്യത്തിന് വിധേയമാക്കപ്പെടാവുന്നതല്ല അവന്റെ അസ്തിത്വം നടത്തും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൃഷ്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ സൃഷ്ടികർത്താവിനെ താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നുള്ള പദപ്രയോഗം പ്രയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. നപുംസക ലിംഗമാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ അവന് പുല്ലിംഗമാണ് എന്നോ അവൻ പുരുഷരൂപമാണ് എന്നോ പ്രയോഗിക്കാൻ വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുക.